ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നമ്മൾ ഒരുപാടധികം പെറ്റ്സിനെ വീട്ടിൽ വളർത്താറുണ്ടല്ലേ, പട്ടി, പൂച്ച, കിളികൾ, അങ്ങനെ പലതരം. എന്നാൽ ഇവിടെ രണ്ട് പെൺകുട്ടികൾ വളർത്തുന്നത് ഒരു ചിമ്പാൻസിയാണ്. അതൊരു സാധാരണ ചിമ്പാൻസി അല്ല. അവരുടെ അമ്മ മരിക്കുന്നതിന് മുന്നേ ഈ ചിമ്പാൻസിയിൽ ചില പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് മനുഷ്യനെ പോലെ ചിന്തിക്കാൻ കഴിയുന്ന നല്ല ബുദ്ധിയുള്ള രീതിയിൽ ആ കുരങ്ങനെ അവർ മാറ്റിയെടുത്തായിരുന്നു. ഇപ്പൊ അമ്മയില്ലാത്ത ആ രണ്ട് കുട്ടികൾ, അവരുടെ കൂടെ ഇപ്പൊ ആ ഒരു ചിമ്പാൻസി ഉണ്ട്. എന്നാൽ ഒരു ദിവസം ആ ചിമ്പാൻസിക്ക് ചെറിയൊരു പ്രശ്നം വരികയാണ്. അതിന്റെ കൂട്ടത്തിൽ ഇവരുടെ കൂട്ടുകാരും വീട്ടിലേക്ക് വരുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് കുറച്ചു നേരം ചോരക്കളിയാണ്. അതായത് ഞാൻ കുറെ അധികം കഥകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഇതുപോലൊരു കാറ്റഗറി മൂവി അധികം ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. അധികം നല്ല ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഈ ഒരു കഥയിലേക്ക് പോകാം, കഥയുടെ ഈ മായാ ലോകത്തിലേക്ക് പോകാം. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ കൂടിനുള്ളിൽ അടച്ചിട്ട ഒരു ചിമ്പാൻസിയെ കാണിക്കുകയാണ്. അതിന് എന്തോ ഒരു ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് വാക്സിനേഷൻ ചെയ്യാനായിട്ട് ഒരു ഡോക്ടർ വരുന്നുണ്ട്. അപ്പൊ ഡോക്ടർ നല്ല നൈസ് ആയിട്ടാണ് ആ ഒരു ചിമ്പാൻസിയെ ഡീൽ ചെയ്യുന്നത്. എന്താ പറ്റിയത്, നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ അവന്റെ അടുത്തേക്ക് പോകണം. ഇതേ നേരം ആ ഒരു ചിമ്പാൻസി ആണെങ്കിൽ അവൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ചെറിയ പാവയുണ്ടല്ലോ, അത് പെട്ടെന്ന് അവിടെ ഇട്ടുകൊണ്ട് നേരെ കൂടിനുള്ളിൽ തന്നെ ഈ ചിമ്പാൻസിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ഗുഹ ഉണ്ടാവുമല്ലോ, അതിന്റെ ഉള്ളിലേക്ക് ഓടിക്കയറുകയാണ്. ഇപ്പൊ ഡോക്ടർ എന്താക്കി, ആ ചെറിയ ടെഡി ബെയർ ഉണ്ടല്ലോ, അത് ആ ഒരു ഗുഹയുടെ ഭാഗത്തേക്ക് കാണിച്ച്, ഡാ മോനെ നീ എന്താക്കുക, ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞിട്ട് ഒരു തഞ്ചത്തിലും താളത്തിലും അതിനങ്ങനെ വിളിക്കാൻ കേട്ടോ. ഇപ്പൊ പതിയെ ആ ഒരു ചിമ്പാൻസി പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ അവന്റെ പെരുമാറ്റത്തിലേക്ക് എന്തൊക്കെയോ ചില മാറ്റങ്ങൾ പോലെ. അതുപോലെ പുറത്തേക്ക് വന്നത് ആ ടെഡി ബിയർ എടുക്കാനായിരുന്നില്ല, പകരം ആ ഒരു വെറ്റിനറി ഡോക്ടർ ഉണ്ടല്ലോ അയാളെ എടുക്കാനായിരുന്നു. അയാളെയും വലിച്ചെടുത്തുകൊണ്ട് അവൻ ആ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകണം. ഇയാളുടെ മുഖമെല്ലാം വലിച്ചു കയറി ആ ചിമ്പാൻസി ഈ ഡോക്ടറെ വളരെ ക്രൂരമായിട്ട് തന്നെ കൊന്നുകളയാണ്. എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് അതിന്റെ സ്വഭാവം മാറിയത് എന്നറിയില്ല. ഇതെന്തായാലും പിന്നീട് വലിയ വാർത്തയെല്ലാം ആവുന്നുണ്ട്. എന്നാൽ ഈ സംഭവം നടക്കുന്നതിന് മുന്നേ ഒരു 36 മണിക്കൂർ പിന്നിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. 3 കൂട്ടുകാരികൾ, ലൂസി, കേറ്റ്, അതുപോലെ തന്നെ ഹന്ന. ഇപ്പൊ ഇവര് 3 പേരും പോകുന്നത് ലൂസിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. ഒരു ട്രിപ്പ് പോലെ, ഒരു വെക്കേഷൻ ആഘോഷിക്കാനായിട്ട്. കുറെ നാളുകൾക്ക് ശേഷമാണ് ലൂസി ഇപ്പൊ വീട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ അനിയത്തി വിളിക്കുന്നുണ്ട്, ചേച്ചി എത്ര ദിവസമായി വന്നിട്ട് ഒന്ന് വേഗം വാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഈ ലൂസിയുടെ കൂട്ടുകാരിയായിട്ടുള്ള കേറ്റ് ഉണ്ടല്ലോ, അവളുടെ അടുത്തേക്ക് 2 പയ്യന്മാർ, നല്ല കോഴികളാണ്, ചുമ്മാ വന്ന് പഞ്ചാര അടിക്കുന്നുണ്ട്. പിന്നെ അവളുടെ നമ്പറും മേടിക്കുകയാണ്. എന്തായാലും ഇതിന് ശേഷം കുറച്ചു കഴിഞ്ഞു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാണ്. അധികം വൈകാതെ ഇവർക്ക് വരേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, ഹവായിലേക്ക്. അവിടെ എത്തിയപ്പോൾ ഇവരെ പിക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് കേറ്റിന്റെ സഹോദരനായിട്ടുള്ള നിക്ക് വരികയാണ്. നിക്ക് വന്ന സമയത്ത് ഇവരോട് നല്ല അടിപൊളിയായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഈ നേരത്ത് അവന്റെ ആ ഒരു ലുക്കും അവന്റെ ആറ്റിറ്റ്യൂഡും ഇതെല്ലാം കണ്ട സമയത്ത് ഹന്നയ്ക്ക് എന്തോ അവനോട് അങ്ങോട്ട് ക്രഷ് അടിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഇപ്പൊ കേറ്റിനോട് പറയാണ്, നിന്റെ ബ്രദർ ആൾ അടിപൊളിയാട്ടോ, കാണാൻ നല്ല ഹോട്ടാണ്. അപ്പൊ തന്നെ കേറ്റ് പറയുന്നുണ്ട്, എന്റെ കുഞ്ഞു പെടക്കോഴി, നീ നിന്റെ സ്വഭാവം ഇപ്പൊ പുറത്തേക്ക് എടുക്കല്ലേ, എന്നെ മാനം കെടുത്തല്ലേ എന്ന് പറയണം. എന്തായാലും നിക്കിന്റെ കൂടെ ഇവര് 3 പേരും നേരെ ലൂസിയുടെ അച്ഛന്റെ വീട്ടിലേക്ക് പോവാണ്. ആ സ്ഥലത്തിനെ കുറിച്ച് പറയണമെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ്. ഒരു ബീച്ച് സൈഡില് വലിയൊരു മല, അതിന്റെ മുകളിൽ ബംഗ്ലാവ് പോലെ ഒരു വീടാണ്. എന്തായാലും അങ്ങോട്ടേക്ക് വന്ന സമയത്ത് നമ്മുടെ കേറ്റിനും ഹന്നയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാകുന്നുണ്ട്. എന്താ അടിപൊളി സ്ഥലമാണ്, ഇതുവരെയായിട്ട് എന്താ ലൂസി ഞങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാത്തത്. ഇപ്പൊ ലൂസി പറയാണ്, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് തന്നെ കുറെ കാലമായി. ഇതേ സമയത്ത് വീട്ടിന്റെ ഉള്ളിൽ ഈ ലൂസിയുടെ അച്ഛനുണ്ട്, ആള് നല്ലൊരു റൈറ്റർ ആണ്. അപ്പൊ അയാൾ എഴുതിയ ഏതൊരു പുസ്തകം നാളെ പബ്ലിഷ് ആകാൻ പോവാണ്. മാത്രമല്ല ഏതോ ഒരു ഓൺലൈൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അയാൾ സംസാരിക്കുകയല്ല ചെയ്യുന്നത്, സൈൻ ലാംഗ്വേജിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ലൂസിയുടെ അച്ഛന് സംസാരിക്കാനുള്ള ശേഷിയില്ല, എന്തോ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗ് ആണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ലൂസി വരുന്നത്. ലൂസിയെ കണ്ടപാടിന് ഇയാൾ വേഗം ലാപ്ടോപ്പ് അടച്ചു വെച്ച് ലൂസിയെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. മോളെ എത്ര ദിവസമായി കണ്ടിട്ട്, നീ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ഇതേ നേരം തന്നെ കേറ്റും ഹന്നയും അങ്ങോട്ടേക്ക് വരികയാണ്. 2 പേരെ ലൂസി അച്ഛന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ കേറ്റിന്റെ സഹോദരനായിട്ടുള്ള നിക്കും വരികയാണ്. നിക്കിനെ നേരത്തെ തന്നെ ലൂസിയുടെ അച്ഛൻ അറിയാട്ടോ. അപ്പൊ ലൂസിയുടെ അച്ഛൻ നിക്കിനോട് ചോദിക്കുന്നുണ്ട്, അല്ലടാ നിനക്കൊരു പ്രണയം ഉണ്ടായിരുന്നില്ലേ, അവളെവിടെ പോയി? ഇപ്പൊ നിക്ക് പറയണ, അത് പിന്നെ അച്ഛാ ഞാൻ അവളുമായിട്ട് ബ്രേക്കപ്പ് ആയി, അത് ശരിയാവില്ല എന്ന് പറയണം. ഇതേ നേരം തന്നെ ആംഗ്യ ഭാഷയിലൂടെ ലൂസിക്ക് അവളുടെ അച്ഛനൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാ പിന്നെ നിനക്കൊരു സാധ്യതയുണ്ട്, വേണമെങ്കിൽ വളച്ചോന്ന് പറയണം. എന്നാൽ അതെന്താ പറഞ്ഞെന്ന് നിക്കിന് മനസ്സിലായില്ല. എന്തായാലും നല്ല തന്ത, മോളോട് പ്രേമിക്കാൻ പറയുന്ന നല്ല കിടിലൻ തന്ത. എന്തായാലും ഇതെന്താന്ന് മനസ്സിലാവാത്തോണ്ട് നിക്ക് എന്താ അതിന്റെ അച്ഛൻ പറഞ്ഞു ചോദിക്കുമ്പോൾ ലൂസി പറയണേ, അതൊന്നുമില്ല, നിന്നോട് നന്ദി പറഞ്ഞതാ, ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാക്കിയില്ലേ അതുകൊണ്ട്. പിന്നീട് ലൂസിയുടെ അച്ഛൻ അവളൊന്ന് വിളിക്കുകയാണ്, മോളെ ഒരു കാര്യം പറയാണ്ട് നീ ഒന്ന് ഇങ്ങോട്ടേക്ക് വരുമെന്ന് ചോദിക്കണം. എന്താ അച്ഛന്ന് പറഞ്ഞിട്ട് ലൂസി അയാളുടെ അടുത്തേക്ക് പോയപ്പോൾ, അത് പിന്നെ മോളെ എൻ്റെ ഒരു പുസ്തകം നാളെ പബ്ലിഷ് ആകാൻ പോവാണ്, അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിൽക്കണം, അതിന്റെ ചില ആവശ്യങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ട് മോളൊന്നും വിചാരിക്കരുത്, കുറെ ദിവസം കൂടി വന്നതാണ്, നിന്റെ കൂടെ നിൽക്കണം, എനിക്കറിയാം നിനക്ക് വിഷമാവുന്നു, എന്നാലും വേറൊരു വഴി ഇല്ലാത്തതുകൊണ്ട്. ഇപ്പൊ ലൂസി പറയണം, അത് കുഴപ്പമൊന്നുമില്ല അച്ഛാ, ഇതൊക്കെ എനിക്ക് ശീലമാണ്. അതായത് ഒരു അച്ഛൻ എന്ന രീതിയിൽ ലൂസിയുടെ കൂടെ അധികമൊന്നും ഇയാൾ ടൈം സ്പെൻഡ് ചെയ്യലില്ല എന്ന് തോന്നുന്നു. ഇതിനുശേഷം ലൂസി നേരെ പോകുന്നത് അനിയത്തിയുടെ റൂമിലേക്കാണ്. അനിയത്തിയാണെങ്കിൽ നല്ല പിണക്കത്തിലാണ്. അവൾ വന്ന പാടിനെ ചീത്ത പറയണം, വേണ്ട എന്റെ അടുത്തേക്ക് വരണ്ട, ഞാൻ മിണ്ടില്ല, എത്ര ദിവസമായി ഇവിടുന്ന് പോയിട്ട്, ഞാനൊരുത്തി ഇവിടെ ഉണ്ടെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക് ലൂസി? ഇപ്പൊ ലൂസി പറയണ, ഇനി ഞാൻ ഇവിടുന്ന് പോയില്ല, എന്തായാലും നിന്റെ കൂടെ കുറച്ച് ദിവസം ഉണ്ടാവും, നമ്മൾ അടിച്ച് പൊളിയും. പെട്ടെന്നാണ് ഇവരുടെ ഇടയിലേക്ക് ഒരാൾ ചാടി വന്നിരിക്കുന്നത്, ഒരു കുഞ്ഞു ചിമ്പാൻസി. അതായത് നമ്മുടെ വീട്ടിൽ പൂച്ചയും പട്ടിയൊക്കെ നല്ല പെറ്റ്സായിട്ട് വളർത്തില്ലേ, അതുപോലെ ഇവര് വളർത്തുന്ന ഒരു കുരങ്ങൻ, ഒരു ചിമ്പാൻസിയാണത്. ആളുടെ പേര് ബെന്ന് എന്നാണ് കേട്ടോ. അവന് ഏറ്റവും ഇഷ്ടം അവന്റെ കയ്യിലുള്ള ആ ഒരു ടെഡി ബിയർ ഉണ്ടല്ലോ, അത് തന്നെയാണ്. മാത്രമല്ല സാധാരണ ചിമ്പാൻസികളെ പോലെയല്ല ഇവൻ, അത്യാവശ്യം ഇന്റലിജന്റ് ആയിട്ടുള്ള ആളാണ്. അവന്റെ കയ്യിൽ ഒരു ടാബ് ഉണ്ട്, ആ ടാബിലെ ചിത്രം
ചിത്രത്തിൽ തൊടുന്ന സമയത്ത് അവൻ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതൊരു സൗണ്ട് ആയിട്ട് പുറത്തേക്ക് വരും. അവനിപ്പോ ആ ഒരു ടാബിലെ ഒരു ചിത്രത്തിൽ ഞെക്കിയിട്ട് ലൂസി നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് ലൂസിയോട് സംസാരിക്കാൻ കേട്ടോ. ലൂസി ഇപ്പൊ അവനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്തായാലും ഇതിന് ശേഷം നമ്മുടെ ബെന്നിനെയും കൂട്ടി ഇവർ നേരെ കേറ്റിന്റെയും ഹന്നയുടെ അടുത്തേക്ക് പോവാണ്. എന്നാൽ നമ്മുടെ ബെന്നിനെ കണ്ടപാട് തന്നെ ഹന്ന നന്നായിട്ട് പേടിച്ചു പോകണം കേട്ടോ. അവൾ ഓടിപ്പോയിട്ട് ഒരു ബെഡിന്റെ മൂലയിൽ പോയിട്ടിരിക്കുകയാണ്. ഇപ്പൊ ലൂസി പറയണത് നീ പേടിക്കണ്ട, ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു പെറ്റാണ്, ഒന്നും ചെയ്യില്ല, നീ ഇങ്ങോട്ടേക്ക് വാ, അവനൊന്ന് കൈ കൊടുക്കുന്നു പറയാണ്. അങ്ങനെ പതിയെ ഹന്ന പോയിട്ട് നമ്മുടെ ബെന്നിനെ കൈ കൊടുക്കുകയാണ് കേട്ടോ. അവനും കൈ കൊടുത്തു. അപ്പോഴാണ് ഹന്നയുടെ ആ ഒരു പേടിയെല്ലാം മാറുന്നത്. അങ്ങനെ കുറച്ചു നേരം ഇവരെല്ലാവരും നല്ല ജോളിയായിട്ട് നിൽക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഹന്ന ആ ഒരു വീടെല്ലാം ചുറ്റി നടന്ന് കാണുകയാണ്. ഈ സമയത്ത് അവളുടെ അടുത്തേക്ക് കേറ്റിന്റെ ബ്രദർ ഉണ്ടല്ലോ, നമ്മുടെ നിക്ക്, അവൻ വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഇതിനിടയിൽ ഹന്ന നിക്കിനോട് ഒരു കാര്യം ചോദിക്കുകയാണ്, അല്ല ലൂസിയുടെ അമ്മ എവിടെ, അവരെ കാണാനില്ലല്ലോ. ഇപ്പൊ നിക്ക് പറയാണ് അത് പിന്നെ അവളുടെ അമ്മ ഒരു വർഷം മുന്നേ ചെറിയ അസുഖം വന്ന് മരിച്ചുപോയി. അതുപോലെ തന്നെ നിങ്ങൾ കണ്ട ഒരു ചിമ്പാൻസി ഉണ്ടല്ലോ ബെന്ന്, അവൻ എടുത്ത് വളർത്തിയത് അവരാണ്, അതായത് ലൂസിയുടെ അമ്മ. ഈ മനുഷ്യരുമായിട്ട് കുരങ്ങുകൾക്ക് സംസാരിക്കാനുള്ള ഒരു എന്താ പറയാ ഒരു പരീക്ഷണത്തിലായിരുന്നു അവര്. കുറെയൊക്കെ ആ ഒരു കാര്യത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു കേട്ടോ. അപ്പൊ ഈ ഒരു പരീക്ഷണത്തിനിടയിലാണ് അവർ മരിച്ചു പോകുന്നത്. പിന്നീട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല നിക്ക് പതിയെ ഹന്നയുടെ അടുത്തേക്ക് വരികയാണ്. രണ്ടുപേരും ഒന്ന് റൊമാൻറ്റിക് ആയി വരികയാണ്. ഈ സമയത്ത് നിക്ക് കയ്യിലുണ്ടായിരുന്ന സ്മോക്ക് ചെയ്യാനുള്ള എന്തോ ഒന്നെടുത്ത് ഹന്നയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, വലിച്ചോക്ക്, സാധനം അടിപൊളിയാ, എന്നാ പിന്നെ നാളെ കാണാന്ന് പറഞ്ഞിട്ട് അവൻ ഒറ്റയടിക്ക് അവിടുന്ന് പോവാണ്. എന്തായാലും നിക്ക് കൊടുത്ത ആ ഒരു സാധനം വലിച്ചുകൊണ്ട് അവൾ അതിലൂടെ അങ്ങനെ ചുറ്റി നടന്ന് കാണുകയാണ് കേട്ടോ. അവിടെ ഒരു നല്ല അടിപൊളി സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. അവിടേക്ക് വന്നിട്ട് നല്ല രസത്തിൽ അതങ്ങനെ കണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ട് അവൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. ഞെട്ടിപ്പോയി. കാരണം നമ്മുടെ ബെൻ അവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു, ഒന്നും മിണ്ടാതെ വളരെ സൈലന്റ് ആയിട്ട്. അതുപോലെ തന്നെ ഒറ്റയടിക്ക് അവന്റെ അടുത്തേക്ക് പോകാനായിട്ട് ഹന്നയ്ക്ക് ഇപ്പോൾ ഒരു പേടി. കാരണം നേരത്തെ കണ്ടതുപോലെ ചിരിച്ചും കളിച്ചും അങ്ങനെയല്ല വന്നിരിക്കുന്നത്. ഒരുമാതിരി ഒരു വല്ലാത്ത ശബ്ദം ഉണ്ടാക്കിയിട്ട് കുറച്ച് ദേഷ്യത്തിലിരിക്കുന്നത് പോലെ. എന്നാലും ഹന്ന നേരത്തെ കമ്പനി ആയതല്ലേ, അവനൊന്ന് കൈ കൊടുത്തേക്കാം എന്ന് കരുതിയിട്ട്, ഹേ ബെൻ എന്താ ഇവിടെ വന്നിരിക്കുന്നത്, ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞിട്ട് അവനൊന്ന് കൈ കൊടുക്കുന്നുണ്ട്. എന്നാൽ നേരത്തെ പിടിച്ചതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ടല്ല അവനിപ്പോ അവളുടെ കൈ പിടിച്ചത്, നല്ല ഇറുക്കി പിടിച്ച് കൈ തിരിക്കുകയാണ്. ഹന്ന ആകെ ഭയന്നു പോയി. ഇതേ സമയത്ത് ഒരു വിസൽ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ തന്നെ അവളുടെ കയ്യിൽ നിന്നും ബെൻ പിടുത്തം വിടുന്നുണ്ട്. അതായത് അങ്ങോട്ടേക്ക് വന്ന ലൂസിയുടെ അച്ഛനായിരുന്നു ആ വിസലടിച്ചത്. ഇപ്പൊ ലൂസിയുടെ അച്ഛൻ ഹന്നയോട് പറയണത് പേടിക്കണ്ട കേട്ടോ, അതായത് പുതുതായിട്ട് വന്നതല്ലേ, അവനൊന്ന് പരിചയപ്പെടാൻ കുറച്ച് സമയം വേണം, മോൾ എന്തായാലും പോയിട്ട് റെസ്റ്റ് എടുത്തോ, ഇവനെ ഞാൻ കൂട്ടിലാക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ലൂസിയുടെ അച്ഛൻ അവനെയും കൂട്ടി നേരെ ഒരു കൂട്ടിലേക്ക് പോവാണ്. അവിടെ എത്തിയ സമയത്താണ് ചത്ത് കിടക്കുന്ന ഒരു കാട്ടുജീവിയെ ലൂസിയുടെ അച്ഛൻ കാണുന്നത്. അതിനെ കൊന്നത് ബെന്നാണെന്ന് ലൂസിയുടെ അച്ഛന് മനസ്സിലായി. അപ്പൊ തന്നെ ചോദിക്കുന്നുണ്ട്, എടാ നിന്റെ കുരുത്തക്കേട് നീ വീണ്ടും തുടങ്ങിയല്ലേ, എന്തിനാ വെറുതെ മൃഗങ്ങളെ ഇങ്ങനെ കൊല്ലുന്നത്, നീ എന്തായാലും കൂട്ടിൽ കിടക്കുന്നുണ്ട് അവനെ കൂട്ടിലാക്കാൻ നോക്കുമ്പോൾ ഈ ബെന്നിന്റെ ശരീരത്തിൽ ചെറിയൊരു മുറിവ് കാണുകയാണ്. നേരത്തെ ആ ചെറിയ ജീവിയെ കൊന്ന സമയത്ത് ചിലപ്പോൾ അത് കടിച്ചതോ മാന്തിയതോ ആയിരിക്കണം. എന്തായാലും നാളെ നമുക്കതിൽ മരുന്നൊക്കെ വെക്കാന്ന് പറഞ്ഞിട്ട് ലൂസിയുടെ അച്ഛൻ ആ ഡോറും ക്ലോസ് ചെയ്തിട്ട് അവിടുന്ന് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇപ്പൊ ലൂസി അവളുടെ സിസ്റ്റർ ഉണ്ടല്ലോ, രണ്ടുപേരും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് ടേബിളിലിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു കവറുമായിട്ട് വന്ന ലൂസിയുടെ അച്ഛൻ ഉണ്ടല്ലോ, ആ കവർ ടേബിളിന്റെ മുകളിലിട്ടിട്ട് പറയാണ്, ആ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്, കഴിച്ചോന്ന് പറയണം. എന്നാൽ കവറിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഒരു ചത്ത ജീവിയായിരുന്നു. പെട്ടെന്ന് കണ്ടതുകൊണ്ട് ലൂസിയും ലൂസിയുടെ അനിയത്തിയും ഒന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ ലൂസി ചോദിക്കുന്നത്, എന്താ അച്ഛാ വെറുതെ പേടിപ്പിക്കുന്നത്, ഇതെങ്ങനെയാ ചത്തത് എന്ന് ചോദിക്കുമ്പോൾ ലൂസിയുടെ അച്ഛൻ പറയാണ്, അത് പിന്നെ ഇന്നലെ നമ്മുടെ ബെൻ ചെറിയൊരു കുരുത്തക്കേട് കാണിച്ചു, അവനാണ് ഈ പരിപാടി ഒപ്പിച്ചത്. എന്തായാലും ഈ ജീവിയെ ഒന്ന് ലാബിൽ കൊണ്ടുപോയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യണം, ഇതിന് വല്ല ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അറിയണമല്ലോ. അതുപോലെ തന്നെ ഞാൻ 2-3 ദിവസവും വരാൻ, അപ്പൊ അതുവരെ നിങ്ങൾ ബെന്നിനെ കൂട്ടിൽ നിന്നും തുറന്ന് പുറത്തേക്ക് വിടണ്ട കേട്ടോ, അവൻ ആ കൂട്ടിൽ തന്നെ നിന്നോട്ടെ. അവൻ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ചെറിയൊരു വാക്സിനേഷനും നമുക്ക് അവന് കൊടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് മറക്കണ്ട, 2-3 ദിവസം ഞാൻ വരുന്നത് വരെ അവൻ ആ ഒരു കൂട്ടിൽ തന്നെ ഇരുന്നോട്ടെ. പിന്നീട് ലൂസിയുടെ അച്ഛൻ അവിടുന്ന് പോവാണ് കേട്ടോ. എന്തായാലും ഇതിനുശേഷം പിള്ളേരെല്ലാവരും നന്നായിട്ട് അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വിമ്മിംഗ് പൂളിലും പിന്നീട് ഫുഡ് ഉണ്ടാക്കിയിട്ടും എല്ലാം കൂടി അടിച്ച് പൊളിച്ച് നല്ല അടിപൊളിയായിട്ട് ആ ഒരു ദിവസം അങ്ങ് കടന്നു പോവാണ്. രാത്രി എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് ഓരോ പഴയ കഥകളൊക്കെ പറഞ്ഞ് ഓരോ തമാശകളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയിട്ടൊക്കെ നൈറ്റിൽ അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഓരോ സിഗരറ്റും വലിക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ ഹാനിയും അതുപോലെ തന്നെ നിക്കും രണ്ടുപേരും കുറച്ച് അടുത്ത് പെരുമാറുന്നത് ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. മറ്റാരുമല്ല, നമ്മുടെ ലൂസി തന്നെ. കാരണം ലൂസിക്ക് ഈ നിക്കിനോട് ചെറിയൊരു ഇഷ്ടമുണ്ട്. എന്നാൽ പറഞ്ഞിട്ടുമില്ല, അവനോട് കൂടുതൽ സംസാരിക്കാനായിട്ട് പോയിട്ടുമില്ല. പക്ഷേ ഈ നിക്കും ഹന്നയും കൂടെ സംസാരിക്കുന്നത് അവൾക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹന്നയെ ഒന്ന് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂസി ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഹന്ന നമ്മൾ ഫ്ലൈറ്റിൽ വരുന്ന സമയത്ത് 2 പൂവാലന്മാർ നിന്റെ പിന്നാലെ ഉണ്ടായിരുന്നില്ലേ, നീ അവർക്ക് നമ്പർ കൊടുത്തല്ലേ, ഞാനത് കണ്ടു. ഒരു കാര്യം ചെയ്യ്, നീ അവരെ വിളിക്ക്, ഇങ്ങോട്ടേക്ക് വരാൻ പറ, നമുക്ക് എന്തായാലും അടിച്ചു വിളിക്കാന്ന് പറയണം. ആയിക്കോട്ടെ, നമുക്കൊന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഹന്ന വിളിക്കുന്നുണ്ട്. എന്നാൽ കോള് പോകുന്നില്ല. അപ്പൊ ലൂസി പറയണത്, നീ എന്തായാലും ഒരു മെസ്സേജ് അയച്ചിട്ടെന്ന് പറയണം. ഇതിനിടയിൽ കേറ്റ് കുറച്ചധികം മദ്യപിച്ചിട്ട് അവളുടെ ബോധം പോയി വാള് വെക്കാനൊക്കെ വരുന്നുണ്ട്. ചെറിയൊരു പൂക്കളം അവിടെ ഇടുന്നുണ്ട് കേട്ടോ. എന്തായാലും തളർന്നു പോയ കേറ്റിനെയും കൂട്ടി ലൂസിയാണ് ഒരു റൂമിലേക്ക് പോകുന്നത്. അവളൊരു ബക്കറ്റും കൊടുക്കുന്നുണ്ട്, നിനക്ക് അഥവാ ഛർദ്ദിക്കാൻ വന്നാൽ ഇതിലേക്ക് ഛർദ്ദിച്ചോ എന്ന് പറയാം. ഇപ്പോൾ ഒരു അരബോധാവസ്ഥയിൽ കിടക്കുന്ന കേറ്റ് കിടക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ ലൂസിയെ പിടിച്ച് കെട്ടിപ്പിടിച്ചിട്ട് പറയണ, ഐ ലവ് യു ലൂസി, എനിക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടമെന്നൊക്കെ പറഞ്ഞിട്ട് കഴുത്തിലൊരു മാല ഉണ്ടായിരുന്നു, അത് അവള് കൊടുത്തേ തോന്നുന്നു. അപ്പൊ ആ ഒരു മാല അങ്ങനെ ഇറക്കി പിടിച്ച് നിൽക്കുകയാണ്. അതേപോലത്തെ ഒരു മാല തന്നെ ലൂസിയുടെ കഴുത്തിലും ഉണ്ടായിരുന്നു. ഇതേ നേരം തന്നെ നമ്മുടെ നിക്കും ഹന്നയും ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ നിക്ക് ചോദിക്കുന്നുണ്ട്, ഹന്ന നിന്നോട് എന്തെങ്കിലും ദേഷ്യം ലൂസിക്കുണ്ടോ, എന്താ നീ അങ്ങനെ ചോദിച്ചതെന്ന് ഹന്ന ചോദിച്ചപ്പോ, അല്ല നേരത്തെ നിന്നെന്തോ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ അവൾ സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നി, അതെന്തുകൊണ്ട് അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഹന്ന പറയണത്, അത് നിനക്ക് മനസ്സിലായിട്ടില്ല അല്ലേ, അതായത് അവൾക്ക് നിന്നോട് ചെറിയൊരു കണ്ണുണ്ട്, ഞാൻ നീയുമായിട്ട് അടുക്കുന്നത് അവൾക്ക് അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല. ഇപ്പൊ നിക്ക് പറയണത്, അല്ല
അവളെന്റെ സഹോദരിയുടെ കൂട്ടുകാരിയല്ലേ. സത്യം പറഞ്ഞാൽ ലൂസിയെ ഞാനൊരു പെങ്ങളെ പോലെ കണ്ടത്. എനിക്ക് മറ്റൊരു രീതിയിലും അവളെ കാണാൻ പറ്റില്ല കേട്ടോ. എന്തായാലും ഇതിനിടയിൽ രണ്ടുപേരും ഒന്ന് റൊമാൻറ്റിക് ആണ്, കിസ് ചെയ്യാണ്, പിന്നെ പയ്യെ പയ്യെ ഓരോ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇത് അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ലൂസി കാണുന്നത്. അവൾക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ചെറുതായിട്ട് വിഷമാവുന്നുണ്ട്. ഈ സമയത്താണ് ലൂസിയുടെ അച്ഛൻ പറഞ്ഞിട്ട് ഒരു വെറ്റിനറി ഡോക്ടർ ഇങ്ങോട്ടേക്ക് വരുന്നത്. അതായത് കൂട്ടിൽ പൂട്ടിയിട്ട് നമ്മുടെ ബെന്നി ഉണ്ടല്ലോ, അവനൊരു വാക്സിനേഷൻ ചെയ്യാനായിട്ട്. ഈ സംഭവമാണ് സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടത്. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇഞ്ചക്ഷൻ വെക്കാൻ പോയ ആ ഒരു ഡോക്ടറെ വളരെ ക്രൂരമായിട്ട് തന്നെ ബെൻ കൊന്നുകളയാണ്. അതായത് അവൻ എന്തോ ഒരു പ്രശ്നം ആരംഭിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവന്റെ ദേഹത്തുണ്ടായിരുന്ന ആ ഒരു ഇൻഫെക്ഷൻ കാരണമായിരിക്കും അവൻ ഇങ്ങനെ പെരുമാറുന്നത്. എന്തായാലും ഭയങ്കര അഗ്രസീവാണ് ഇപ്പൊ ബെൻ. അങ്ങനെ കുറച്ച് സമയം അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അർദ്ധരാത്രിയായപ്പോ കുടിച്ചകളിന്റെ ആ ഒരു കെട്ടൽ ഇറങ്ങിയ സമയത്ത് കേറ്റ് പതിയെ എഴുന്നേറ്റ് വരികയാണ്. കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അവൾ ഫോണിൽ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം. പതിയെ അവൾ നേരെ ആ ഒരു ടേബിളിന്റെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ച് അവിടെയൊന്നുമില്ല. എന്നാൽ നമ്മുടെ ബെന്നിന് ഇഷ്ടപ്പെട്ട ആ ടെഡി ബിയർ അവിടെ ഉണ്ടായിരുന്നു. നേരെ അങ്ങോട്ടേക്ക് ചെന്ന് കേറ്റ് ടെഡി ബിയർ കയ്യിലെടുക്കുകയാണ്. ആരാണ് ഇപ്പൊ ഈ സമയത്ത് എന്നെ പിടിപ്പിക്കാൻ നോക്കുന്നത്? ഇതും വിചാരിച്ച് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ദാണ്ട് അവിടെ ഇരിക്കുന്നു നമ്മുടെ ബെന്ന്. എന്നാൽ അഗ്രസീവ് ഒന്നും അല്ല കേട്ടോ. ഒരു വല്ലാത്ത രീതിയിൽ അവൻ അങ്ങനെ ഇരിക്കുകയാണ്. വായിൽ നിന്നും ഒരുമാതിരി ഒരു നീരങ്ങനെ ഉറ്റുന്നുണ്ട്. ഇപ്പൊ കേറ്റ് പറയണ ഹാ ബെന്നെ നീയായിരുന്നു, ഞാൻ ആകെ പേടിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്തേക്ക് പോകുമ്പോൾ അവന്റെ പെരുമാറ്റത്തിനൊക്കെ എന്തൊക്കെയോ ഒരു മാറ്റം പോലെ. ഇപ്പൊ കേറ്റ് പറയണ ബെന്നെ ഇത് ഞാനാണ്. കേറ്റ് നമ്മൾ ഫ്രണ്ടായില്ലേ, ഇപ്പോഴും നിനക്ക് എന്നെ ഓർമ്മയില്ലേ? എന്നാൽ അവൾ വിചാരിച്ചതുപോലെ ഒരു നല്ല മൂഡിലായിരുന്നില്ല ബെന്നിപ്പോ. ചെറിയൊരു പേടി ഉണ്ടായതുകൊണ്ട് തന്നെ അവളിപ്പോ നേരെ ആ റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് മാറുകയാണ്. ആ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ലൂസി വരുന്നുണ്ട്. എന്താ നീ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ബെന്നി ഇവിടെ ഉണ്ടായിരുന്നു. എന്തോ അവന്റെ ആ ഒരു സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റമുള്ളതുപോലെ. നീ എന്തായാലും ഒന്ന് പോയി നോക്കി ലൂസി എന്ന് പറയണം. ഇപ്പൊ ലൂസി പറയണത് ഏയ് അവനങ്ങനെ പുറത്തേക്ക് ഇറങ്ങില്ലല്ലോ, കാരണം അച്ഛൻ പോകുന്നതിന് മുന്നേ തന്നെ അവൻ ആ ഒരു കൂട്ടിലടച്ചതാണ്. ഇപ്പൊ കേറ്റ് അവിടെ ആ ഒരു ടെഡി ബിയർ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അതിന്റെ ഒരു ഭാഗത്തായിട്ട് രക്തം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പറ്റി പിടിച്ചെടുക്കുന്നത് ലൂസി കാണുകയാണ്. അപ്പൊ തന്നെ ലൂസിക്കും ഒരു ഭയം വരുന്നുണ്ട്. ഈ നേരത്താണ് ലൂസിയുടെ അനിയത്തിയായിട്ടുള്ള അയറിൻ അങ്ങോട്ടേക്ക് വരുന്നത്. അയറിനോട് ലൂസി ചോദിക്കുന്നുണ്ട്, അല്ല ബെൻ ഇതുപോലെ അഗ്രസീവ് ആകാറുണ്ടോ, ആരെങ്കിലും ഉപദ്രവിക്കാറുണ്ടോ ചോദിച്ചപ്പോൾ ആരും പറയണത് ഏയ് അങ്ങനെയൊന്നുമില്ലല്ലോ, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു തീർന്നില്ല. അതേ സമയത്ത് തന്നെ നമ്മുടെ ഹന്നയുടെ കരച്ചില് കേൾക്കുകയാണ്. ഇത് കേട്ടപാട് അങ്ങോട്ടേക്ക് ലൂസി ഇവരൊക്കെ ഓടിച്ചെന്ന് നോക്കുകയാണ്. നോക്കുമ്പോൾ എന്താണ് ഹന്നയുടെയും അതുപോലെ തന്നെ നിക്കിന്റെയും മുന്നിൽ നിൽക്കുന്ന നമ്മുടെ ബെന്ന്. അതും വല്ലാത്തൊരു അഗ്രസീവ് ആയിട്ടുള്ള ഭാവത്തില്. ഇപ്പൊ അവനൊന്നും ചെയ്യുന്നില്ല, ശാന്തമായിട്ട് അവൻ അവിടെ ഇരിക്കുകയാണ്. മാത്രമല്ല ഒരു ജീവി കടിച്ചിട്ട് അവന്റെ കൈന്റെ ഒരു ഭാഗത്ത് ഒരു മുറിവായെന്ന് പറയുന്നില്ലേ, ആ ഭാഗത്ത് തന്നെ അവൻ ഇങ്ങനെ പതിയെ പതിയെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ കടിയിലൂടെ അവൻ എന്തോ ഒരു ഇൻഫെക്ഷൻ അവന്റെ ശരീരത്തിലേക്ക് കയറിയിട്ടുണ്ട്. പ്രശ്നം പാളിന്ന് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ നിക്ക് ഒരു കാര്യം ചെയ്യണം. പതിയെ അവിടെ ഒരു കയറുണ്ടായിരുന്നു. ആ കയറ് വെച്ച് അവനൊന്ന് കെട്ടാമെന്ന് കരുതിയിട്ട് നൈസായിട്ട് അവന്റെ അടുത്തേക്ക് അങ്ങനെ പോവാണ്. ഈ സമയത്ത് ബെന്ന് മറ്റെന്തോ ഒരു ശ്രദ്ധയിലാണ് കേട്ടോ. അപ്പൊ ആ ഒരു കയറിൽ കുരുക്കിട്ട് അവൻ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പാവം നിലത്ത് വീണ് അതിന് ശബ്ദം വരികയാണ്. ഇതേ നേരം തന്നെ ബെന്ന് ചുറ്റും നോക്കുന്നുണ്ട്. ആ നേരത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിക്ക് വേഗം ആ ഒരു പാവ എടുത്ത് ഒറ്റയേറ് കൊടുക്കുകയാണ്. അതായത് ഈ വീടിന്റെ ഒരു ഭാഗത്ത് ഒരു കൊക്കയാണല്ലോ, ഒരു മലയുടെ മുകളിലല്ലേ ഈ ഒരു വീടുള്ളത്. അപ്പൊ താഴേക്കാണ് നിക്ക് ആ ഒരു പാവ എറിയുന്നത്. എന്നിട്ട് പതിയെ അവന്റെ കഴുത്തിലേക്ക് ആ ഒരു കയറിടാൻ പോകുന്ന സമയത്ത് അവൻ വേഗം തന്നെ അത് മനസ്സിലാക്കി ഭയങ്കരമായിട്ട് ഇവരോട് അഗ്രസീവായിട്ട് തന്നെ ബിഹേവ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ നേരത്ത് ലൂസി പതിയെ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ബെൻ ഇത് ഞാനാണ്, നിന്റെ ലൂസിയാണ്, നിനക്ക് എന്താടാ പറ്റിയത്, ഇങ്ങോട്ട് നോക്ക്, ഒന്നുമില്ല പേടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവനൊന്ന് പതിയെ പതിയെ ഇങ്ങനെ ഓക്കെ ആക്കി കൊണ്ടുവരികയാണ്. ഇതേ നേരത്ത് തന്നെ നിക്ക് വന്നിട്ട് പതിയെ അവന്റെ കഴുത്തിൽ ആ ഒരു കയറിടുന്നുണ്ട്. എന്നാൽ ഒരേ ഒരു മിനിറ്റ് മാത്രമേ അവൻ ശാന്തനായിട്ട് നിൽക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പൊ നിക്കിന്റെ മേത്തേക്ക് ചാടി വീഴുകയാണ് അവൻ. എന്തോ ഭാഗ്യത്തിന് ആ കയറ് കുരുക്കി ഇട്ടതുകൊണ്ട് നിക്കിന്റെ മേത്തേക്ക് ചാടിയിട്ട് ഈ ബെന്നിന് എത്താൻ പറ്റിയില്ല. എങ്ങാനും എത്തിയിരുന്നെങ്കിൽ അവന്റെ പണി തീർത്തേനെ. എന്തായാലും തൽക്കാലം ആ ഒരു കയറ് അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു തൂണിനോട് ചേർത്ത് കെട്ടി വെക്കുകയാണ് ഇവര്. ഇതേ നേരം തന്നെ കേറ്റ് വന്നിട്ട് ലൂസിയോട് പറയണത്, ലൂസി കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് ഒന്നില്ലെങ്കിൽ നിന്റെ അച്ഛൻ അല്ലെങ്കിൽ നിന്റെ അച്ഛൻ പറഞ്ഞ ആ ഒരു ഡോക്ടർ അയാളൊന്ന് വിളിക്കുന്നു പറയണം. ഇപ്പൊ ലൂസി ഫോൺ കൊടുത്തിട്ട് കേറ്റിനോട് തന്നെ ഡോക്ടർ വിളിക്കാൻ പറയുന്നുണ്ട്. ഈ സമയത്ത് ഹന്ന വന്നിട്ട് ലൂസിയോട് ഒരു കാര്യം പറയണം, ലൂസി സംഭവം നീ വളർത്തുന്ന കുരങ്ങൻ തന്നെയായിരിക്കും, പക്ഷെ കൈവിട്ടു പോയി, വല്ല ഗണ്ണോ കത്തിയോ കോടാലിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തിട്ട് വാ, ഇതിന് വെട്ടി കൊന്നു കളയാന്ന് പറയും. പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ലൂസിക്ക് അത് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. അവള് പറയാണ്, നീ ആരാടി ഇതൊക്കെ പറയാനേ, അതിന് ഒറ്റയടിക്ക് കൊന്നു കളയാനേ, അത് ഏതെങ്കിലും ഒരു ജീവിയൊന്നും അല്ല, ഞങ്ങൾ സ്നേഹത്തോടെ വളർത്തുന്ന ഞങ്ങളുടെ പെറ്റാണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്. പിന്നീട് ലൂസി ഹന്നെ ഓരോ ചീത്തകളൊക്കെ വിളിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ കേറ്റ് ആ വെറ്റിനറി ഡോക്ടറുടെ ഫോണിലേക്ക് വിളിച്ചല്ലോ. ആ ഫോൺ ഇവിടെ നിന്ന് റിങ് ചെയ്യുന്ന ശബ്ദം ഇവര് കേൾക്കുന്നുണ്ട്. വ്യക്തമായിട്ട് നോക്കിയപ്പോ ബെന്നിനെ പൂട്ടിയിട്ട് ആ ഒരു കൂടിന്റെ ഭാഗത്തുനിന്ന് ഇതേ നേരത്തെ തന്നെ ബെന്നിനെ കെട്ടിയിട്ട് ആ ഒരു കയറ് അവൻ കടിച്ച് പൊട്ടിച്ചു കളയാണ്. അപ്പൊ തന്നെ ചാടി വന്ന് ലൂസിയുടെ അനിയത്തി അയറിനുണ്ടല്ലോ, അവളുടെ കാലിനിട്ട് ഒരൊറ്റ കടിയാണ്. അത്യാവശ്യം നല്ലൊരു മുറി തന്നെ അവളുടെ ദേഹത്താവുന്നുണ്ട് കേട്ടോ. ഈ നേരത്തെ എങ്ങനെയൊക്കെയോ നിക്ക് ഓടി വന്നിട്ട് ബെന്നിനെ അങ്ങോട്ടേക്ക് തള്ളിയിടുകയാണ്. എന്നിട്ട് ആ ഒരു മെയിൻ ഡോറിലൂടെ പുറത്തേക്ക് കടക്കാൻ നോക്കുമ്പോൾ അതിന്റെ മുന്നിലേക്ക് ബെന്നി വന്ന് നിൽക്കുകയാണ്. ആഹാ, നിങ്ങൾ പുറത്തേക്ക് പോവല്ലേ, രക്ഷപ്പെടുവല്ലേ, എന്നാ പിന്നെ ഒന്ന് കാണണല്ലോ എന്ന ഭാവത്തില് ആ വാതിലിന്റെ മുന്നിൽ അവനങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ നിക്ക് പറയുന്നത് വേറെ രക്ഷയില്ല, എല്ലാവരും വേഗം സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് ചാടിക്കോ, അതിന് നീന്താൻ കഴിയില്ല എന്ന് പറയണം. അങ്ങനെ ഇവർ 5
പേരും വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് നമ്മുടെ അയറിന്റെ കാലിൽ മുറിവായിട്ടുണ്ട്, നന്നായിട്ട് ബ്ലീഡിങ് വരുന്നുണ്ട്. നിക്ക് വേഗം തന്നെ അവന് ഷർട്ട് ഊരിയിട്ട് അവളുടെ കാല് നന്നായിട്ട് ഇറുക്കി കെട്ടിക്കൊടുക്കുകയാണ്. ഇപ്പൊ കേറ്റ് ലൂസിയോട് ചോദിക്കുന്നുണ്ട്, ലൂസി എന്താണ് അവന് സംഭവിച്ചത്? ഇന്നലെ വരെ യാതൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഇപ്പോഴാണ് ലൂസി ആ ഒരു കാര്യം പറയുന്നത്. ഇന്നലെ അവന് ഏതോ ഒരു കാട്ടുജീവി കടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാ തോന്നുന്നു അവൻ ഇതുപോലെ പെരുമാറുന്നത്. മിക്കവാറും അവന് റാബീസ് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടാവും. ഇത് കേട്ടപാട് തന്നെ അയറിനാകെ ഞെട്ടിപ്പോവാണ്. അങ്ങനെയാണെങ്കിൽ ആ ഇൻഫെക്ഷൻ എനിക്കും വരില്ലേ? അവൻ എന്നെ കടിച്ചില്ല. ഇപ്പോ ഞാൻ മരിച്ചു പോവുക ചേച്ചി എന്ന് വെച്ചപ്പോൾ ഇപ്പൊ ലൂസി പറയാണ്, അയറിനെ പേടിക്കണ്ട, നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തേക്ക് പോകും. ഹോസ്പിറ്റലിലെത്തി വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും വരില്ല എന്ന് പറയണം. എന്നാൽ ഈ സ്വിമ്മിംഗ് പൂൾ ഉള്ള ഭാഗത്തുനിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് ഒരേ ഒരു വാതിലേ ഉള്ളൂ. പിന്നെയുള്ളത് സ്വിമ്മിംഗ് പൂളിന്റെ ഓപ്പൺ ഏരിയ ആണ്. അതിന്റെ മുൻഭാഗം എന്ന് വെച്ചാൽ വലിയൊരു കൊക്ക പോലെയാണ്. അതായത് ഒരു ഇൻഫിനിറ്റി പൂളാണത്. രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാൻ സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല എന്ന് പറയാലോ. ഇതേ നേരത്തെ തന്നെ ആ പൂളിന്റെ സൈഡിൽ ഉണ്ടായിരുന്ന കല്ലിലൂടെ അള്ളി പിടിച്ച് കയറി ബെൻ ആ സ്വിമ്മിംഗ് പൂളിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അതായത് നിങ്ങൾക്ക് മുന്നിലേക്കും പോകാൻ പറ്റില്ല, പിറകിലേക്കും പോകാൻ പറ്റില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന ഭാവത്തിൽ അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ സമയത്താണ് നിക്കിന് ഒരു ബുദ്ധി തോന്നുന്നത്. അതായത് പൂളിന്റെ അപ്പുറഭാഗത്ത് വലിയ കൊക്കയല്ലേ, ഓടിച്ചെന്ന് അവനങ്ങ് കൊക്കയിലേക്ക് തള്ളിയിട്ട് കഴിഞ്ഞാൽ അവൻ ചത്തോളുമല്ലോ. അപ്പൊ അതുപോലെ ചെയ്യാനായിട്ട് അവൻ പതിയെ പതിയെ പൂളിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. ഈ സമയത്ത് ബാക്കിയുള്ള എല്ലാവരും അവനെ വാൺ ചെയ്യുന്നുണ്ട്, വേണ്ട അത് ചെയ്യേണ്ടതാണ്. എന്നാൽ അത് കേൾക്കാതെ പതിയെ അങ്ങോട്ടേക്ക് ചെന്ന് നിക്ക് ഇപ്പൊ ബെന്നെ തള്ളിയിടാൻ നോക്കുമ്പോൾ ബെൻ എന്താ ചെയ്തതെന്ന് അറിയോ? അങ്ങോട്ടേക്ക് വന്ന് നിക്കിന്റെ കൈ പിടിച്ച് ഒരൊറ്റ തൂക്കലാണ്, എന്നിട്ട് ഒരു എയറാണ്. തെറിച്ചു പോയി ആ കൊക്കയിലേക്ക് അവൻ വീഴുന്നുണ്ട്. എങ്ങനെയാണോ ബെന്നിനെ കൊല്ലാനായിട്ട് നിക്ക് പ്ലാൻ ചെയ്തത് അതുപോലെ തന്നെ ബെൻ ഇപ്പൊ നിക്കിനെ കൊന്നിരിക്കുകയാണ്. താഴേക്ക് വീണ നിക്ക് എന്തായാലും മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. ഇത് കണ്ട് ദേഷ്യം വന്ന് സങ്കടം വന്ന് അലറിക്കൊണ്ട് തന്നെ കേറ്റിപ്പോ ബെന്നിന്റെ അടുത്തേക്ക് പോവാണ്. കാരണം അവൻ കൊന്നത് നിക്കിനെ, അതായത് കേറ്റിന്റെ സഹോദരനാണല്ലോ. ഈ സമയത്ത് ലൂസി അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്, നീ എന്ത് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല, നമുക്ക് മറ്റെന്തെങ്കിലും വഴി നോക്കിയേ മതിയാവുള്ളൂ. അങ്ങനെ കുറെ നേരം അവർ ആ ഒരു വെള്ളത്തിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഇതിന്റെ 4 ഭാഗത്ത് കൂടിയും ബെൻ അങ്ങനെ നടക്കുന്നുണ്ട്. അതുപോലെ ഈ സ്വിമ്മിംഗ് പൂളിൽ അധിക നേരം ഇങ്ങനെ ഇവർക്ക് നീന്തിയും കൊണ്ട് നിൽക്കാൻ കഴിയില്ല, ഒരു പരിധിയില്ലേ, നല്ല ആഴമുണ്ട്, കാലടിയിൽ തട്ടുന്നുമില്ല. സോ പൊങ്ങി നിൽക്കാൻ പാകത്തിന് എന്തെങ്കിലും ഒന്ന് എടുത്തേ മതിയാവുള്ളൂ. ഇപ്പൊ ലൂസി നോക്കുമ്പോൾ അവിടെ ഉറപ്പിച്ചു വെച്ച ഈ വെള്ളത്തിലൊക്കെ കിടക്കുന്ന ആ ഒരു ടൈപ്പ് ബെഡ് ഉണ്ടല്ലോ, അതിനെന്താ പറയാ എനിക്കറിയില്ല. ഓക്കെ, ആ സാധനം അവിടെ കാണുന്നുണ്ട്. അപ്പൊ അത് എടുക്കാനായിട്ട് ലൂസി പതിയെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പൊ ആരെയും പറയുന്നുണ്ട്, ചേച്ചി വേണ്ട, ഒറ്റയ്ക്ക് അങ്ങോട്ടേക്ക് കയറി പോകണ്ട, അവൻ എന്തെങ്കിലും ചെയ്യുന്നു പറയണം. എന്നാൽ അത് കേൾക്കാതെ ലൂസി നൈസായിട്ട് അങ്ങോട്ടേക്ക് ചെന്ന് കയറുന്നുണ്ട്. പതിയെ ആ സാധനം എടുത്ത് വെള്ളത്തിലേക്ക് ഇടുകയാണ്. അവൾ ഇങ്ങോട്ടേക്ക് കയറി വന്നതും ഈ സാധനം എടുക്കുന്നതും ഇതെല്ലാം ബെന്ന് കാണുന്നുണ്ട്. എന്നാൽ എന്താണെന്നറിയില്ല, അവന് വേറെ ഏതോ ഒരു മൂഡിലാ തോന്നുന്നു. ഇപ്പൊ ലൂസിയെ ഒന്നും ചെയ്യുന്നില്ല. ഇതേ നേരത്തെ തന്നെ ലൂസി മറ്റൊരു കാര്യം കാണുകയാണ്. ബെന്നിന്റെ കുറച്ചടുത്തായിട്ട് ഒരു ഫോൺ വീണ് എടുക്കുകയാണ്. എന്നാൽ പിന്നെ അതുകൂടെ എടുത്ത് വെള്ളത്തിലേക്ക് ചാടാം, ആരെങ്കിലും ഹെൽപ്പിന് വിളിക്കാലോ പിന്നീട് ആ ഫോൺ ഉപയോഗിച്ച്. അതും വിചാരിച്ച് അവൾ ആ ഒരു ഫോൺ എടുക്കാനായിട്ട് പതിയെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഇവരെല്ലാവരും വാൺ ചെയ്യുന്നുണ്ട്, ലൂസി വേണ്ട വേണ്ട, വെള്ളത്തിലേക്ക് വേഗം ചാടുന്ന് പറയാണ്. എന്നാൽ അത് കേൾക്കാതെ അവൾ പതിയെ ചെന്ന് ആ ഒരു ഫോൺ എടുക്കാൻ നേരത്ത് പെട്ടെന്ന് ഫോണിലേക്ക് ആരോ വിളിക്കുകയാണ്. ശബ്ദം കേട്ട് അപ്പൊ തന്നെ ബെൻ ആക്റ്റീവ് ആകുന്നുണ്ട്. ഇപ്പൊ വെള്ളത്തിലുണ്ടായിരുന്ന കേറ്റു ഒന്നും നോക്കിയില്ല. അവൾ സ്വിമ്മിംഗ് പൂളിന്റെ പുറത്തേക്ക് ചാടി എഴുന്നേറ്റ് വന്ന് ഇപ്പൊ ബെന്നോട് പറയുന്നത്, നിനക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ വന്ന് അടിക്കണമെന്ന് പറയുന്നത്. അതായത് ലൂസിയെ രക്ഷിക്കാനാണ് കേറ്റ് അങ്ങനെ ചെയ്തത്. ഇപ്പൊ കേറ്റിന്റെ നേരെ ബെൻ പാഞ്ഞു വരുന്ന സമയം നോക്കിയിട്ട് ലൂസി ആ ഫോൺ എടുക്കുകയാണ്. അവളിപ്പോ പൂളിലേക്ക് ചാടാനായിട്ട് വരികയാണ്. ഇതേ നേരം തന്നെ കേറ്റൊന്നും നോക്കിയില്ല. അവൾ ഓൾറെഡി പൂളിന്റെ അടുത്താണല്ലോ. അവൾ വേഗം വെള്ളത്തിലേക്ക് ഇടിച്ചു ചാടി. എന്നാൽ ഇപ്പോഴും ലൂസി പൂളിലേക്ക് ഇറങ്ങിയിട്ടില്ല. അവൾ ഇറങ്ങാനായിട്ട് ഓടി വരികയാണ്. അപ്പൊ അവളുടെ പിന്നാലെ തന്നെ ബെഞ്ഞ് പാഞ്ഞു വന്ന് അവൾ ചാടുന്നതിന്റെ തൊട്ട് മുന്നേ ലൂസിയുടെ കാലിന് ഒരേറ്റ പിടുത്താണ്. തീർന്നു എന്ന് തന്നെ ഇവർ വിചാരിച്ചു കേട്ടോ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അവന്റെ പിടുത്തം വിട്ടുപോയി. ഭാഗ്യത്തിന് അയറിനിപ്പോ നേരെ വെള്ളത്തിലേക്ക് വന്ന് വീഴാണ്. ഇപ്പൊ അവരുടെ കയ്യിൽ ഒരു ഫോണുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിന്റെ മുകളിൽ ഒന്ന് സപ്പോർട്ടായി പിടിക്കാനുള്ള ആ ഒരു ബെഡും ഉണ്ട്. എന്തായാലും ഫോൺ കിട്ടിയ പാട് തന്നെ പോലീസിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. അതായത് സഹായം ചോദിക്കാനായിട്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണിന്റെ ഡിസ്പ്ലേ ആകെ നാശമായി പോയിട്ടുണ്ട്. ഏത് നമ്പറാണ്, ആരാണ് വിളിക്കുന്നത്, ഇതൊന്നും മനസ്സിലാകാൻ പറ്റില്ല ഇപ്പോ. എന്നാൽ ഈ ഫോണേ ഹന്നയുടെ ഫോണാണ്. അവളിപ്പോ പറയണേ, ഞാൻ ആ ഫ്ലൈറ്റിൽ വെച്ച് അവസാനം ആ പയ്യന്മാരുടെ നമ്പർ മേടിച്ചായിരുന്നല്ലോ, അവരെയാണ് ഞാൻ അവസാനം വിളിച്ചത്. എന്തായാലും ആ ഡയൽ ഒന്ന് പ്രസ് ചെയ്ത് നോക്ക്. അതുപോലെ തന്നെ നമ്പർ ഒന്നും നോക്കാതെ ഇവർ കോൾ ചെയ്യുന്നുണ്ട്, വീഡിയോ കോൾ പോകുന്നുണ്ട്. നോക്കുമ്പോൾ ഹന്ന പറഞ്ഞ ആ ഫ്ലൈറ്റിൽ വെച്ച് കണ്ട ആ പയ്യന്മാർ തന്നെ. ഇപ്പൊ ഇവർ ഫോൺ എടുത്തപാടിന് ഇവർ പറയുന്നുണ്ട്, പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങളൊന്ന് ഇങ്ങോട്ടേക്ക് വേഗം വാ, ഞങ്ങളൊന്ന് രക്ഷിക്കുന്നു പറയണം. എന്നാൽ അവന്മാരാണെങ്കിൽ കുടിച്ചു ബോധമില്ലാതെ നിൽക്കുകയാണ്. അവരിത് വെറും ഒരു തമാശയായിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഹന്ന പറയുന്നത്, പ്ലീസ് എടാ ഒന്ന് മനസ്സിലാക്കുക, ഒന്ന് ഇങ്ങോട്ടേക്ക് വാ, ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങൾ വലിയൊരു ആപത്തിലാന്ന് പറയാണ്. എന്നാൽ ഇതേ നേരം തന്നെ മുകളിലൂടെ ഒരു വയറിൽ തൂങ്ങി വന്ന ബെൻ ഇപ്പോ ഹന്നയുടെ മുടി തൂക്കി പിടിച്ച് അവൾ അങ്ങോട്ട് പോക്കി എടുക്കുകയാണ് കേട്ടോ. ഹന്നയുടെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമായി എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ എന്തോ ഭാഗ്യത്തിന് ഹന്നയുടെ മുടി അത് പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് അവൾ ആ ഒരു വെള്ളത്തിലേക്ക് വീണു കേട്ടോ. എന്തായാലും ഈ ഒരു പ്രശ്നത്തിന് ശേഷം പിന്നീട് ഫോൺ എടുത്ത് അവർ വിളിക്കാൻ നോക്കുമ്പോൾ ഫോണിന്റെ കാര്യത്തിലും ഒരു തീരുമാനമായി. പിന്നെ എന്ത് ചെയ്യുന്നു, ഇവർക്ക് 4 പേർക്കും യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ വീണ്ടും കുറച്ച് സമയം മുന്നോട്ട് പോവുകയാണ്. ഇതേ നേരത്തെ തന്നെ ബെൻ ഉണ്ടല്ലോ, അവൻ ഇവരോട് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ടാബ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് അത് ആ
ആ പൂളിന്റെ ഒരു ഭാഗത്ത് വെച്ചിട്ട് അതിൽ ഓരോ കാര്യങ്ങൾ പ്രസ് ചെയ്യാണ്. അതായത് ഇവരോട് ഈ ബെൻ സംസാരിക്കുകയാണ് കേട്ടോ. അതും എങ്ങനെയാണ്? ഇവരെ പേടിപ്പെടുത്തുന്ന രീതിയിൽ. നിങ്ങൾ എല്ലാവരും ഞാൻ കൊല്ലും 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 എന്ന രീതിയിലാണ് ആ ടാബിൽ പ്രസ് ചെയ്തുകൊണ്ട് അതിലൂടെ ഇവരോട് സംസാരിക്കുന്നത്. ഇതെല്ലാം കേട്ട് ഇവർ പേടിക്കാതിരിക്കോ? നന്നായിട്ട് പേടിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ലൂസിയുടെ അച്ഛനുണ്ടല്ലോ ആദം, മൂപ്പര് എഴുതിയ ഒരു പുസ്തകത്തിന്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൽ ബിസി ആയിട്ട് നടക്കുകയാണ്. എന്നാൽ ആ സമയത്താണ് ആദത്തിന് ഒരു കോള് വരുന്നത്. അതായത് അയാൾ പോകുന്നതിന് മുന്നേ തന്നെ ബെൻ കൊന്നു കളഞ്ഞ ഒരു ജീവി ഉണ്ടല്ലോ അതിനെ ലാബിലേക്ക് ടെസ്റ്റിന് അയച്ചായിരുന്നു. അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ആ മൃഗത്തിന് ചെറിയ റാബീസ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഇത് കണ്ട് ആദം ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ, എന്തായാലും നിങ്ങൾ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന പറയാണ്. ഇപ്പൊ ആ ലാബിലുള്ള ആൾക്കാർ പറയണം ഓക്കെ ഞങ്ങൾ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാം. എന്തായാലും ഇതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന പത്രക്കാരും എല്ലാവരോടും സംസാരിച്ച് ആദം ഒന്ന് ബിസി ആവുകയാണ്. ഇതിനുശേഷം വീണ്ടും സ്വിമ്മിംഗ് പൂളിൽ കാണിക്കുകയാണ്. കുറച്ചു നേരമായിട്ട് അവർ ആ ഒരു വെള്ളത്തിൽ തന്നെയാണ്. എന്നാൽ അവരിപ്പോ നോക്കുമ്പോൾ അവിടെ ബെന്നിനെ കാണാനില്ല. ഇനി എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണോ എന്ന് കരുതിയിട്ട് അവർ ഫുള്ളായിട്ടൊന്ന് പരിശോധിച്ച് നോക്കി കേട്ടോ. ഇല്ല, എവിടെയും കാണാനില്ല. ചിലപ്പോൾ റാബീസ് ഇൻഫെക്ഷൻ അത് കൂടിയതുകൊണ്ട് അവൻ എവിടെയെങ്കിലും മയങ്ങി കിടക്കുന്നുണ്ടാവും. എന്തായാലും അവിടെ ഫോണുണ്ട്, അത് പോയിട്ട് ഞാൻ എങ്ങനെയെങ്കിലും അച്ഛനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ലൂസി പതിയെ പൂളിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നാൽ അവളുടെ കൂടെ തന്നെ കേറ്റു ഇറങ്ങുന്നുണ്ട്. നിന്നെ ഒറ്റയ്ക്ക് ഞാൻ വിടില്ല, നമുക്ക് രണ്ടുപേർക്കും പോകാന്ന് പറഞ്ഞിട്ട് ആയിരുന്നു ഇപ്പോൾ ഹന്നയുടെ കയ്യിൽ ഏൽപ്പിച്ച് ഇവർ രണ്ടുപേരും പതിയെ ഉള്ളിലേക്ക് പോവാണ്. വളരെ സൈലന്റ് ആയിട്ട് പതുക്കെയാണ് പോകുന്നത് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ലൂസിയുടെ ഫോണിലേക്ക് പല തവണയായിട്ട് അവളുടെ അച്ഛൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇവരുടെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും പതിയെ പതിയെ ഫോൺ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ലൂസി അറിയാതൊരു കാര്യം ചെയ്തു പോകുന്നത്. അവിടെ ഈ ബെഡ്ഷീറ്റിന്റെ അടിയിൽ ഒരു റിമോട്ട് ഉണ്ടായിരുന്നു, അതിന്റെ മേലങ്ങ് ചവിട്ടി പോവാണ്. അപ്പൊ തന്നെ TV ഓൺ ആകുന്നുണ്ട്. അതിലെന്തോ ഒരു പ്രോഗ്രാം ഇപ്പൊ ഉറക്കനെ പ്ലേ ആവുന്നുണ്ട്. എന്തായാലും ഈ ശബ്ദം കേട്ട് ബെൻ ഇങ്ങോട്ടേക്ക് വരാതിരിക്കില്ല. ആകെ പേടിച്ചു പോയ ലൂസിയും കേറ്റും കൂടെ അവിടെ ചെറിയൊരു കബോർഡ് ഉണ്ടായിരുന്നു, അതിന്റെ ഉള്ളിൽ പോയിട്ട് ഒളിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ഇവർ വിചാരിച്ചതുപോലെ ആ സ്ഥലം മുഴുവനായിട്ടും അവൻ അങ്ങനെ അരിച്ച് പരിശോധിക്കുന്നുണ്ട്. ഇപ്പൊ അവർ വിളിച്ച ഒരു കബോർഡ് ഉണ്ടല്ലോ അതിന്റെ അടുത്തേക്ക് വരെ അവൻ അങ്ങനെ വന്ന് നോക്കുന്നുണ്ട്. ഇതിങ്ങനെ നേരിട്ട് തൊട്ടടുത്തിരുന്ന് ലൂസിയും കേറ്റും കാണുകയാണല്ലോ. അവരാകെ ഭയന്നിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ടിവിയിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാർട്ടൂൺ അതിന്റെ ശബ്ദം കേട്ട് ഇഷ്ടപ്പെടാതെ ബെന്നെ എന്താക്കി ആ TV തന്നെ തല്ലി പൊളിക്കുകയാണ്. എന്നിട്ട് അവൻ നൈസായിട്ട് ഇവിടുന്ന് പോകുന്നുണ്ട്. ഇപ്പോഴാണ് ലൂസിക്കും കേറ്റിനും ഒരു ആശ്വാസമായത്. കാരണം കുറച്ചു നേരത്തേക്ക് അവൻ ഈ ഒരു കബോർഡിന്റെ അടുത്തേക്ക് വന്നപ്പോഴേ ജീവന് ഇല്ലാതായതുപോലെ അവൾക്ക് തോന്നിപ്പോവാണ്. എന്തായാലും ശബ്ദം ഉണ്ടാക്കാതെ ആ കബോർഡിന്റെ ഉള്ളിൽ തന്നെ അവർ ഒളിക്കുകയാണ് കേട്ടോ. കുറെ നേരം കഴിഞ്ഞപ്പോൾ അവർ പതിയെ നോക്കുമ്പോൾ ആ ഹാളിൽ ബെന്നിനെ കാണാനില്ല. അവനിപ്പോ പോയിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് രണ്ടുപേരും കബോർഡിന്റെ വാതിൽ തുറന്ന് പതിയെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ ഇതേ നേരം തന്നെ അവിടെ ആ ഒരു ടാബ് ഉണ്ടായിരുന്നു. ആ ടാബിന്റെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം വരുന്നുണ്ട്, ലൂസി നിനക്ക് വൃത്തിയായിട്ട സ്വഭാവമാണ്, എനിക്ക് നിന്നെ ഇഷ്ടമില്ല എന്ന രീതിയിൽ. അതായത് ബെൻ എവിടെയും പോയിട്ടില്ല. അതായത് സാധാരണ കുരങ്ങല്ല ഇവൻ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. കുറച്ച് ഇന്റലിജൻസ് ഉണ്ട് ഇവന്. ആ ഇന്റലിജൻസ് ഇവന് വരാൻ കാരണം ലൂസിയുടെ അമ്മ അവനെ നന്നായിട്ട് ട്രെയിൻ ചെയ്ത് ചില പരീക്ഷണങ്ങളൊക്കെ നടത്തിയത് കൊണ്ടാണ്. എന്തായാലും ഇപ്പൊ ബെൻ എവിടെ ഇരിക്കുന്നതെന്ന് അറിയോ? അതേ റൂമിന്റെ ഈ കബോർഡിന്റെ മുകളിൽ തന്നെ ഇവരതിന്റെ ഉള്ളിലുണ്ടെന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. സോ അവര് പുറത്തേക്ക് വരാൻ വേണ്ടി ബെന്നും ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും അവിടെ അള്ളിപ്പിടിച്ചിരുന്ന ബെന്നിപ്പോ ലൂസിയുടെ മുകളിലേക്ക് ചാടി വീണ് അവൾ ഉപദ്രവിക്കാൻ നോക്കുകയാണ്. ഇത് കണ്ട് കേറ്റിന് സഹിക്കാൻ പറ്റുമോ? അവളുടെ അത്രയും അടുത്ത കൂട്ടുകാരിയാണ്. ഒന്നും നോക്കിയില്ല, കയ്യിൽ കിട്ടിയ എന്തോ ഒന്നെടുത്ത് ഒരൊറ്റ അടിയാണ്. ബെൻ തെറിച്ചു പോയി വീഴുന്നുണ്ട്. ഇവർ രണ്ടുപേരും വേഗം എഴുന്നേറ്റ് തൊട്ടപ്പുറത്തെ മുറിയിലേക്ക് പോയി അവിടെ ഒരു ഗ്ലാസിന്റെ ഡോർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അടച്ചു പിടിക്കുകയാണ്. ഇപ്പൊ ബെന്ന് വന്നിട്ട് അത് തുറക്കാൻ നോക്കുന്നുണ്ട്. കാരണം ഈ ലോക്കെല്ലാം അവന് തുറക്കാൻ അറിയാം. എന്നാൽ രണ്ടുപേരും അതങ്ങനെ ഇറക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവനത് തുറക്കാൻ കഴിയുന്നില്ല. പിന്നീട് അവന്റെ ശ്രമം ആ ഒരു കണ്ണാടി എങ്ങനെയെങ്കിലും അടിച്ച് പൊളിക്കാനായിരുന്നു. എന്നാൽ അടിച്ചിട്ടൊന്നും ആ ഒരു കണ്ണാടി പൊട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവൻ ഇവിടുന്ന് തിരിച്ചു പോകണം. ആശ്വാസമായി എന്ന് കരുതി ലൂസിയും കേറ്റ് അങ്ങനെ നിൽക്കുമ്പോൾ തിരിച്ചുപോയ അതേ വേഗത്തിൽ അല്ല അതിനേക്കാൾ വേഗത്തിൽ ഓടി വന്ന് ആ ഗ്ലാസ്സിലേക്ക് ഒറ്റ അടിയാണ്. ഗ്ലാസ് പൊട്ടിപ്പോകുന്നുണ്ട്. ഒരു രക്ഷയില്ലാന്ന് കണ്ട ലൂസിയും കേറ്റും അവിടുന്ന് ഓടുകയാണ്. അതിനിടയിൽ കേറ്റിന്റെ കാല് തന്നെ അവൾ താഴേക്ക് സ്റ്റെപ്പിലൂടെ വീഴുകയാണ്. അവൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അപ്പൊ തന്നെ അവളുടെ മേത്തേക്ക് ചാടി വീണ ബെന്ന് അവിടെ ഉണ്ടായിരുന്ന എന്തോന്നെടുത്ത് കേറ്റിന് തലക്കിട്ട് അടിച്ചടിച്ച് അവളെ കൊന്നുകളയാണ്. പാവൻ ലൂസിക്ക് അവിടെ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അവളുടെ പിന്നാലെയും ഇപ്പൊ ബെന്ന് വരികയാണ്. സ്വിമ്മിംഗ് പൂളിലേക്ക് ലൂസി എടുത്ത് ചാടുന്നതിന് മുന്നേ തന്നെ ലൂസിയെ ഇപ്പൊ ബെന്ന് പിടിച്ചിട്ടുണ്ട്. എന്നാൽ അതേ നേരം തന്നെ ഹന്ന മുകളിലേക്ക് കയറി വന്ന് ആ കയറുണ്ടല്ലോ അത് ഈ ഒരു ബെന്നിന്റെ കഴുത്തിൽ കുരുക്കിയിട്ട് അവന് വലിച്ചിടുകയാണ്. എന്നിട്ട് ആ ഒരു കയറിനെ പിടുത്തം വിടുന്നില്ല. അവൾ ആ ഒരു കയറോടകനെ തന്നെ വെള്ളത്തിലേക്ക് ചാടുന്നുണ്ട്. അതുപോലെ ലൂസിയും ഇപ്പൊ രക്ഷപ്പെട്ടല്ലോ, അവളും വെള്ളത്തിലേക്ക് ചാടുകയാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും ആ കയറ് പിടിച്ച് വലിക്കുകയാണ്. കാരണം എങ്ങനെയെങ്കിലും ബെന്നിനെ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങി അത് ചത്തുപോയിക്കോളൂ. പക്ഷേ ഇവര് വിചാരിക്കുന്ന പോലെ ഒരു സാധാരണ കുരങ്ങല്ല, അത് നല്ല ശക്തിയുണ്ട്. നിങ്ങൾ വിചാരിക്കും ആളെ കാണുമ്പോൾ ഒരു ഇത്തിരി കുഞ്ഞനാണെന്ന്. അവരെ അത്യാവശ്യം നല്ല ആരോഗ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ കയറ് വെച്ച് വലിച്ച് ഇവരെ വെള്ളത്തിലേക്ക് ഇടാൻ പറ്റുന്നില്ല. പക്ഷേ എങ്ങനെയൊക്കെയോ അവൻ വെള്ളത്തിലേക്ക് വീഴുമെന്ന ആ ഒരു അവസ്ഥ വന്നപ്പോൾ കയറ് പൊട്ടിപ്പോവാണ്. അതായത് ബെൻ ഇവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. എന്നിട്ട് ആ ഒരു പൂളിന്റെ അടുത്തേക്ക് വന്നിട്ട് ഒരുമാതിരി ഒരു നോട്ടം ഇവരെ നോക്കുകയാണ് കേട്ടോ. കയറി വാ, ഞാൻ കാണിച്ചു തരാം എന്ന ഭാവത്തിൽ. ഇതേ നേരം തന്നെ ലൂസിയുടെ അച്ഛൻ ആദമിനെ കാണിക്കുകയാണ്. മൂപ്പർ എഴുതിയ ഒരു പുതിയ പുസ്തകത്തിന്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ ആദമിന്റെ ഉള്ളിൽ മക്കളെ കുറിച്ചുള്ള കാര്യം തന്നെയാണ്. അതായത് ലാബിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ആ ജീവിക്ക് എന്തോ റാബിസ് ഇൻഫെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ആദം ലൂസിയെ വിളിച്ചിട്ടാണ് കിട്ടുന്നുമില്ല. അപ്പൊ അതിന്റെ ഇടയിൽ എന്താ സംഭവിച്ചെന്ന് അറിയാതെ ഇയാൾക്ക് ഭയങ്കര ടെൻഷൻ ആവുകയാണ്.
ഇതേ നേരം തന്നെ അതിന്റെ ടീം പറയുന്നുണ്ട്, സാറേ നമുക്ക് എന്തായാലും ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണം, കൂടുതൽ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യണം. എന്നാൽ ആദ്യം പറയുന്നത് വേണ്ട ഇപ്പത്തേക്ക് ഒന്നും വേണ്ട, എനിക്ക് അർജന്റായിട്ട് വീട്ടിലേക്ക് ഒന്ന് പോകണം. ഇപ്പൊ നേരെ പിള്ളേരുടെ അടുത്തേക്ക് ആദ്യം വരികയാണ്. ഇതേ സമയത്താണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. അതായത് ഇവർ ആ ഒരു സ്വിമ്മിംഗ് പൂളിൽ പെട്ട് കിടക്കുന്ന സമയത്ത് ഹന്ന ആ ഫ്ലൈറ്റിൽ വെച്ച് കണ്ട 2 പയ്യന്മാർ വിളിച്ചായിരുന്നല്ലോ, ആ 2 അപരാധികൾ ഇതാ ഇപ്പൊ വരികയാണ്. കുടിച്ചൊരു ബോധമില്ലാതെയാ വരുന്നത്. ഇവന്മാര് വിചാരിച്ചു ഇവന്മാര് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി അവര് ചുമ്മാ അങ്ങനെ എന്താ പറയാ അപകടത്തിൽ പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചതെന്നാണ്. എന്തായാലും ഇവന്മാർ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. വന്നു നോക്കുമ്പോൾ ആരും കാണാനില്ല. അപ്പൊ ഹന്ന വിളിച്ച് വീട് മുഴുവൻ ഇവന്മാര് നടക്കാണ്. 2 പേര് 2 വഴിക്കാ പോകുന്നത്. അതിൽ ഒരുത്തിനിപ്പോ ഒരു റൂമിൽ കയറിയപ്പോൾ ലൂസിയുടെ ഫോൺ അവിടെയുണ്ട്. അതിൽ ഒരുപാട് തവണ അവളുടെ അച്ഛൻ വിളിച്ചത് കാണുകയാണ്. അതായത് മിസ് കോൾ കുറെ കാണുന്നുണ്ട്. അപ്പൊ അവനിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇത്രയും വട്ടം വിളിച്ചിട്ടും എന്താ ഫോൺ എടുക്കാതിരുന്നത്. ഇതേ നേരം ആ റൂമിലൂടെ ഒരു നിഴല് പോലെ എന്തോ പോകുന്നത് ഇവൻ കാണുന്നുണ്ട് കേട്ടോ. എന്നാൽ അവൻ അറിയില്ല റാബീസ് ബാധിച്ച ഒരു ചിമ്പാൻസിയാണ് അതെന്ന്. അതായത് നമ്മുടെ ബെന്ന് തന്നെ. ഇപ്പൊ ഇവൻ ലൈറ്റ് ഇടുന്നുണ്ട്. ലൈറ്റ് ഇട്ടപ്പോൾ നല്ല അടിപൊളി റൂം, നല്ല സെറ്റപ്പ്. അപ്പൊ ആ ഒരു ബെഡ് കണ്ടപാട് തന്നെ ഇവൻ അങ്ങോട്ടേക്ക് നേരെ ചാടി കയറിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ലൂസിയുടെ ആരന്റെ റൂമായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ തന്നെ അവർ ആ ഒരു ചിമ്പാൻസിയുടെ കൂടെയുള്ള ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതെടുത്ത് നോക്കിയിട്ട് ഇവൻ പറയണത്, ഇതെന്താണ് കൊരങ്ങനെ വളർത്തുന്ന ഫാമിലിയോ, ഒരു ചിമ്പാൻസിയെ ആരെങ്കിലും പെറ്റായിട്ട് വളർത്തുമോ? ഈ സമയത്താണ് നമ്മുടെ ബെൻ അങ്ങോട്ടേക്ക് വരുന്നത്. ആദ്യം കണ്ടപ്പോൾ ഇവനൊന്ന് പേടിച്ചു പോയെങ്കിലും അവനിങ്ങനെ ഒരു പെറ്റിനെയൊക്കെ താലോലിക്കുന്ന പോലെ ചിച്ചിരിച്ചു ഇങ്ങോട്ട് വാടാ എന്നിങ്ങനെ വിളിക്കുകയാണ്. അവന്റെ കയ്യിൽ ഒരു ചാവിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ചാവി വെച്ച് കിലി 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 എന്നൊരു ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വിളിക്കുന്നത്. എന്നാൽ നമ്മുടെ ബെൻ അടുത്തേക്ക് വന്നപ്പോൾ അവൻ എന്തോ ഒരു പന്തിയേട് തോന്നുകയാണ്. ദൈവമേ കുടുങ്ങിയല്ലോ എന്ന് വിചാരിക്കുകയാണ്. പിന്നെ പതിയെ അവന്റെ പുറത്തേക്ക് കയറി ഇരുന്നിട്ട് അവന്റെ തലയിൽ പിടിച്ച് അങ്ങനെ തഴുകയാണ്. ദൈവമേ കുടുങ്ങിയോ, ഇനി എങ്ങാനും ഇവൻ എന്നെ ഇവിടെട്ട് റേപ്പ് ചെയ്യോ എന്ന് വരെ അവൻ പേടിച്ചു പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ അവൻ ചെയ്തത് വേറൊരു കാര്യമാണ്. ഒരു കൈ കൊണ്ട് തലയും പിടിച്ചു, മറ്റേ കൈ കൊണ്ട് താടിയിലിന്റെ ഭാഗം പിടിച്ചു. ഒരൊറ്റ വലിയാണ്. താടി പറഞ്ഞാൽ കയ്യിലേക്ക് വന്നു. സ്പോട്ടിൽ മരിച്ചു അവൻ. എന്നാൽ ഇതൊന്നും അവന്റെ കൂടെ വന്ന അവന്റെ കൂട്ടുകാരൻ അറിയുന്നില്ല. ഇവനിങ്ങനെ അവിടെ മുഴുവൻ പരിശോധിച്ച് നടക്കുന്ന സമയത്ത് സ്വിമ്മിംഗ് പൂളിൽ 2 പേരെ കാണുന്നുണ്ട്. അതായത് ഐറിനെയും അതുപോലെ തന്നെ ഹന്നയും. നിങ്ങൾ ഇവിടെ നിൽക്കുകയായിരുന്നല്ലേ, എത്ര നേരമായി നിങ്ങളെ തപ്പി നടക്കുന്നത്. ഈ സമയത്ത് ഹന്ന ഉറക്കനെ വിളിച്ച് പറയുന്നുണ്ട്, എടാ മണ്ട, ഇവിടെ പ്രാന്ത് പിടിച്ചൊരു ചിമ്പാൻസി ഉണ്ട്, എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാണ്. എന്നാൽ അവൻ ഇപ്പോഴും വിചാരിക്കുന്നത് ഇവർ പ്രാങ്ക് ചെയ്യാന്ന. ഈ സമയത്ത് ഇവന്റെ അടുത്തേക്ക് എന്തോ ഒരു സാധനം വന്ന് വീഴുന്നുണ്ട്. ഇതെന്താ ചാദനം എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് നോക്കുമ്പോൾ അവന്റെ കൂട്ടുകാരന്റെ താടിയിലുണ്ടല്ലോ അതായിരുന്നു. അതിൽ ആ ചോര ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കയ്യിലൊക്കെ രക്തമായിട്ട് അവന്റെ പിന്നിൽ ബെന്നുണ്ടായിരുന്നു. ആക്രോശിച്ചുകൊണ്ട് ഇപ്പൊ അവന്റെ മുന്നിലേക്ക് ആ ചിമ്പാൻസി എടുത്ത് ചാടുകയാണ്. അപ്പൊ തന്നെ അവൻ അവിടെ വീഴുന്നുണ്ട് കേട്ടോ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും അവനെ കൊണ്ട് കഴിയുന്നില്ല. എഴഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് എന്തെല്ലോ അവൻ അവിടുന്ന് കാട്ടുന്നുണ്ട്. ഇപ്പൊ ബെന്നിന്റെ ശ്രദ്ധ മുഴുവനും അവന്റെ മേത്താണ്. ഈ അവസരം ഉപയോഗിക്കുന്ന ഹന്ന തീരുമാനിക്കുകയാണ്. ഹന്ന എന്താക്കി, ഒന്നും നോക്കിയില്ല, സ്വിമ്മിംഗ് പൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. മാത്രമല്ല നമ്മുടെ നിക്കിന്റെ കാറിന്റെ ചാവി ഉണ്ടായിരുന്നു. ആ ചാവി എടുത്ത് നേരെ അവന്റെ വണ്ടിയിൽ പോയി കയറി വണ്ടി ഓണാക്കി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അല്ലേ അബദ്ധം മനസ്സിലാകുന്നത്. നിക്കിന്റെ ചാവിയുമായിട്ട് വന്ന് കയറിയിരിക്കുന്നത് ഇപ്പൊ വന്ന ആ പയ്യന്മാരുണ്ടല്ലോ അവരുടെ വണ്ടിയിലേക്കാണ്. എന്നാൽ വേഗം തന്നെ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നിക്കിന്റെ വണ്ടിയിലേക്ക് കയറാൻ നോക്കുമ്പോൾ അല്ലേ മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. നേരത്തെ ഒരുത്തനെ ബെന്നിന്റെ കൈ കിട്ടിയായിരുന്നല്ലോ, അവന്റെ കാര്യം തീർത്ത് മുഖത്തെല്ലാം രക്തമായിട്ട് ദാണ്ടെ വണ്ടിയുടെ പുറത്ത് തന്നെ ബെൻ വന്ന് നിൽക്കുകയാണ്. കാറിന്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഹന്നെ അപ്പൊ തന്നെ അവൻ തീർക്കും. എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടുത്തവുമില്ല. എന്തായാലും അവൾ വണ്ടിയുടെ ആ ഒരു ഡോറെല്ലാം ലോക്ക് ചെയ്യണം. എന്ന് ഇവിടെ വേറൊരു ടെസ്റ്റ് ഉണ്ട്. നേരത്തെ ഒരുത്തൻ ആ ബെഡിൽ കിടന്നിട്ട് അവന്റെ കയ്യിലെ ചാവി കൊണ്ട് ചുച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബെന്നിനെ കളിപ്പിച്ചായിരുന്നല്ലോ. ആ സമയത്ത് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ചാവി ഇപ്പോൾ നമ്മുടെ ബെന്നിന്റെ കയ്യിലുണ്ട്. അവൻ ഈ കാർ അൺലോക്ക് ചെയ്യാനൊക്കെ അറിയാം. സോ ഇപ്പൊ ഹന്ന ലോക്ക് ചെയ്ത ആ കാർ അവനിപ്പോ അൺലോക്ക് ചെയ്യാണ്. പേടിച്ചു പോയ ഹന്ന വേഗം തന്നെ അത് വീണ്ടും ലോക്ക് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ അവൾ ഫോൺ ഉപയോഗിച്ച് ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കുകയാണ്. അപ്പൊ അവർ ചോദിക്കുന്ന, മേഡം നിങ്ങൾ എവിടെയാണ്, ഞങ്ങൾ എങ്ങോട്ടാ വരുന്നത്, നിങ്ങൾ ലൊക്കേഷൻ പറയാന്ന് പറയണം. എന്നാൽ ഹന്നയ്ക്കാണെങ്കിൽ പേടി കൊണ്ട് അത് പറയാൻ പറ്റുന്നില്ല. ഒരു വെപ്രാളം. കാരണം അവളുടെ ശ്രദ്ധ കോളിലേക്കായിട്ടുണ്ടെങ്കിൽ ഈ ബെൻ വന്നിട്ട് കാർ തുറക്കും, ഉള്ളിൽ കയറും, അവളുടെ പണി തീർക്കും. ഇപ്പൊ ബെന്ന് കാർ അൺലോക്ക് ആക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവളത് ലോക്ക് ചെയ്യും. ഇതിനിടയിൽ ഈ ഹെൽപ്പ് ലൈൻ വിളിച്ച ആൾക്കാരോട് മര്യാദക്ക് സംസാരിക്കാനും പറ്റുന്നില്ല. അപ്പൊ അവര് വീണ്ടും ചോദിക്കുന്നുണ്ട്, മേഡം നിങ്ങൾ എവിടുന്നാ വിളിക്കുന്നത്, ശരിക്കും എന്താ സംഭവിച്ചത്. അപ്പൊ ഹന്ന ആ ഒരു പേടിയിലും ഭയത്തിലും എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നൊന്ന് മനസ്സിലാക്ക്, പറ്റെങ്കിൽ വല്ല ലൊക്കേഷനും ട്രേസ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോവുക. അതുപോലെ തന്നെ റാബിസ് ബാധിച്ച ഒരു ചിമ്പാൻസി ഞങ്ങളെല്ലാവരും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ കൂട്ടുകാരെ കൊന്നു കളഞ്ഞു. ഇപ്പൊ അവളുടെ ശ്രദ്ധ ചെറുതായിട്ടൊന്ന് മാറിയോ, സംസാരിക്കായിരുന്നല്ലോ. ഈ നേരത്ത് ബെൻ എന്താ ചെയ്തതെന്ന് അറിയോ, കാർ അൺലോക്ക് ചെയ്തായിരുന്നല്ലോ. അവളുടെ കൈ കൊണ്ട് ഡോറ് മാത്രമേ ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവൻ പോയിട്ട് ബേക്കത്തെ ഡിക്കി അങ്ങ് തുറക്കുകയാണ്. അതിലൂടെ കാറിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അന്നെ കൈയോടെ പിടിക്കുകയാണ്. അടിച്ച് അതിന്റെ ഉള്ളിൽ വെച്ച് തീർത്ത് കളയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ചുറ്റുമുള്ള മൃഗങ്ങൾക്ക് ബുദ്ധി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മനുഷ്യന്മാരുണ്ടോ അല്ലേ, തീരും. നമ്മുടെ കാര്യമൊക്കെ ഒറ്റ അടിക്ക് തീരും. കാരണം ഫിസിക്കൽ സ്ട്രെങ്ത്തിന്റെ കാര്യത്തിൽ മൃഗങ്ങളോട് നമുക്ക് എന്തായാലും ഏറ്റുമുട്ടാൻ പറ്റില്ലല്ലോ. നമുക്ക് ആകെയുള്ളത് ഒരു ബുദ്ധിയാണ്. അതുകൂടെ അമ്മമാർക്ക് കിട്ടിക്കഴിഞ്ഞാലോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇനി ആകെ ബാക്കിയുള്ളത് ലൂസിയും അവളുടെ അനിയത്തിയായിട്ടുള്ള ഐറിനും മാത്രമാണ്. ഐറിന്റെ കാലിൽ മുറിവായിട്ടുണ്ട്. മാത്രമല്ല അവൾക്ക് എന്തായാലും ഇൻഫെക്ഷൻ ആയിട്ടുണ്ടാവും. ബ്ലഡ് ആണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അധിക നേരം അവളെയും കൂട്ടി സ്വിമ്മിംഗ് പൂളിൽ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ. ലൂസി ഇപ്പൊ നോക്കുമ്പോൾ അവിടെ എവിടെയും ബെന്നിനെ കാണാനില്ല. നൈസായിട്ട് തന്നെ അവൾ പതിയെ അതിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. വന്ന് നോക്കുമ്പോൾ ഈ ബെൻ നേരത്തെ കൊന്ന കേറ്റിന്റെ ഡെഡ് ബോഡി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്. എന്നാൽ അതൊക്കെ സഹിച്ചു നിൽക്കുകയാണ്. ഇതിനിടയിൽ അതിലൂടെ നടക്കുമ്പോൾ ഒരു ഗ്ലാസിന്റെ കഷ്ണം അവളുടെ കാലിൽ കയറുകയാണ്. നന്നായിട്ട് വേദനിച്ചു കേട്ടോ. കരയാതിരിക്കാനായിട്ട് അവൾ സ്വയം വായ ബുത്താണ്. എന്നാലും ഒരു ഇച്ചിരി ശബ്ദം വന്നുപോയി. പച്ചിറച്ചിയിൽ മുറിവാകുക എന്ന് പറയുമ്പോൾ അതിന് സഹിക്കുന്നതിനും
ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ആ ശബ്ദം കേട്ട് പെട്ടെന്ന് തന്നെ ബെൻ അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നുണ്ട്. അവന്റെ മുന്നിൽ നിന്നും ഓടി രക്ഷപ്പെടാനുള്ള ഒരു ഗ്യാപ്പ് ലൂസിക്ക് കിട്ടിയില്ല കേട്ടോ. അവളെ ഇപ്പൊ അവൻ തീർക്കും എന്ന അവസ്ഥ വന്ന സമയത്ത് പെട്ടെന്ന് പുറത്തൊരു കാർ വന്ന് നിൽക്കുകയാണ്. അപ്പൊ തന്നെ ബെന്നിന്റെ ശ്രദ്ധ നേരെ അങ്ങോട്ടേക്കാവുകയാണ്. വന്നത് മറ്റാരുമല്ല, ലൂസിയുടെ അച്ഛനായിട്ടുള്ള ആഡമായിരുന്നു. ഇപ്പൊ ഈ വന്ന ആളെ കൊല്ലാനായിട്ട് ബെൻ നേരെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇപ്പൊ ലൂസിക്ക് മനസ്സിലായി വന്നത് അച്ഛനാണ്. അപ്പൊ അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. കാരണം അച്ഛന് ചെവിയും കേൾക്കാൻ കഴിയില്ല, അതുപോലെ തന്നെ സംസാരിക്കാനും കഴിയില്ല. ഇനി എങ്ങാനും ഇവൻ അടുത്തേക്ക് പോയാൽ പോലും അച്ഛൻ അതറിയില്ല. അവൾ ഉറക്കനെ ഇപ്പൊ വിളിച്ചു പറയുന്നുണ്ട്, അച്ഛാ ഇതുപോലെ പ്രശ്നങ്ങളുണ്ട്, ബെന്നിന് എന്തോ പേ ഇളകിയിട്ടുണ്ട് എന്നൊക്കെ ഉറക്കനെ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും അച്ഛൻ അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അതുപോലെ വീട്ടിലേക്ക് വന്ന ആദം, അയാൾക്ക് ഉറക്കനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ വാതിലേക്ക് ഉറക്കൻ ഇങ്ങനെ തട്ടി വിളിക്കുന്നുണ്ട്. അപ്പൊ തന്നെ ലൂസിക്ക് മനസ്സിലായി ആദം ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്, ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ലൂസി നേരെ അച്ഛന്റെ അടുത്തേക്ക്, അതായത് കുറച്ച് ദൂരം നിന്ന് കാണുന്നുണ്ട്. ഉറക്കൻ അച്ഛനോട് പറയുന്നുണ്ടെങ്കിലും അയാൾക്ക് ഇതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. എന്നാൽ അവളുടെ ഇതുപോലെ ലൗഡായിട്ടുള്ള ആ ഒരു ശബ്ദം കേട്ട് അവളുടെ അടുത്തേക്ക് വീണ്ടും ബെന്ന് വരുന്നുണ്ട് കേട്ടോ. അവിടെ കണ്ട ഒരു റൂമിലേക്ക് ലൂസി ഓടി കയറി ഒരു കട്ടിലിന്റെ അടിയിലേക്ക് കയറി ഒളിക്കുകയാണ്. അപ്പൊ തന്നെ പിന്നാലെ വന്ന ബെന്ന് അവളുടെ കാല് പിടിച്ച് പുറത്തേക്ക് വലിച്ച് അവൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ എപ്പോഴോ ഒരു ചുരുങ്ങിയൊരു സെക്കൻഡിൽ ബെന്നിന് അവന്റെ സുബോധം തിരിച്ചു കിട്ടുകയാണ്. ലൂസിയുടെ കയ്യിൽ പതിയെ തഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് വളരെ കുറച്ചു നേരത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ പഴയതുപോലെ ആവുകയാണ്, വീണ്ടും അവളെ ഉപദ്രവിക്കുകയാണ്. ഈ സമയത്ത് ലൂസി ബെന്നിന്റെ കയ്യിൽ ഒരു മുറിവുണ്ടല്ലോ, ആ മുറിവിലൂടെയാണ് ഇൻഫെക്ഷൻ ആയത്. ആ മുറിവ് നോക്കി ഒറ്റ കുത്തു കൊടുക്കണം. അപ്പൊ ബെന്നിന് ഭയങ്കരമായിട്ട് വേദനിച്ചു. ആ ഗ്യാപ്പിന് അവൾ വീണ്ടും കട്ടിലിന്റെ അടിക്ക് നന്നായിട്ടൊന്ന് പോവുകയാണ്. എന്നാൽ അപ്പോഴും ബെൻ അവളെ വിടുന്നില്ല കേട്ടോ. കൈ ഇട്ടുകൊണ്ട് അവൾ അങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നേരത്താണ് ഐറിൻ വന്നിട്ട് അവളുടെ കയ്യിൽ കിട്ടിയ എന്തോന്ന് വെച്ച് ഒരൊറ്റ അടി കൊടുക്കുകയാണ്. അതിൽ ബെൻ തെറിച്ചു പോയി വീഴുന്നുണ്ട്. ഇതിനുശേഷം ലൂസി കട്ടിലിന്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. പക്ഷെ ബെന്നിനിപ്പോ ദേഷ്യം ഐറിനോടാവുകയാണ്. കാരണം അവളല്ലേ അവൻ അടിച്ചത്. അപ്പൊ അവൾക്ക് നേരെ ഇങ്ങനെ ചാടി പോകാൻ നേരത്ത് ലൂസി അവളോട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറയാം. ഇപ്പൊ ബെന്നിന്റെ കയ്യിൽ കിട്ടിയത് ലൂസിയെ വീണ്ടും ഉപദ്രവിക്കാൻ നോക്കുന്നത്. മാത്രമല്ല നേരത്തെ ഒരു ഇതിനെ കൊന്നില്ലേ, തല പിടിച്ച് താടിയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ലൂസിയെ ചെയ്യാൻ പോകണം. എന്നാൽ ആ സമയത്താണ് ഒരു വിസൽ ശബ്ദം കേൾക്കുന്നത്. അത് കേട്ടപ്പോൾ തന്നെ അവനത് നിർത്തുകയാണ്. കുറച്ചു നേരത്തേക്ക് അവനൊന്ന് ശാന്തനാവുന്നുണ്ട്. വിസൽ അടിച്ചത് ആരായിരിക്കും? മറ്റാരുമല്ല, ലൂസിയുടെ അച്ഛനായിട്ടുള്ള ആദമായിരുന്നു. എന്നാൽ അപ്പോഴും വളരെ ചുരുങ്ങിയ സമയത്തേക്ക് മാത്രമാണ് അവനിക്ക് അവന്റെ ആ ഒരു കോൺഷ്യസ്നെസ്, അതായത് സ്വബോധം കിട്ടിയത് കേട്ടോ. എന്നാൽ വീണ്ടും അവൻ ഭയങ്കരമായിട്ട് അഗ്രസീവ് ആവുകയാണ്. ശരിക്കും ആദമിനെ തന്നെ പോയി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അയാളുടെ കാലൊക്കെ ആകെ മാന്തി കീറുകയാണ്. എന്തിനു പറയണം, അയാളെ മറിച്ചിട്ട് അയാളെയും കൊല്ലാൻ നോക്കുകയാണ്. ഇപ്പൊ ലൂസിക്ക് അവിടെ തന്നെ ഗാർഡനിൽ വെച്ചൊരു മൺവെട്ടി കിട്ടുന്നുണ്ട്. അവൾ അത് വെച്ച് ഒരൊറ്റ അടിയടിക്കാണ് കേട്ടോ ഈ ഒരു ബെന്നിനെ. എന്നാൽ ആ മൺവെട്ടി പൊട്ടിപ്പോവല്ലാതെ ബെന്നിനൊന്നും സംഭവിക്കുന്നില്ല. ഇത് എന്ത് ജീവിയത്, എന്ത് ചെയ്തിട്ടും അതിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ ഗ്യാപ്പിന് ആദ്യം അവിടെ ഉണ്ടായിരുന്ന ഒരു ബിയറിന്റെ ബോട്ടിൽ അത് നിലത്തടിച്ച് പൊട്ടിച്ച് അതിന്റെ ഷാർപ്പായിട്ടുള്ള ഭാഗം ഒറ്റ കുത്താണ്. വലിയൊരു മുറിവ് ശരീരത്തിൽ ആയതുകൊണ്ട് തന്നെ ബെൻ അവിടെ വീണ് പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതിനു ശേഷമാണ് ലൂസിക്കും മൈറിനും ആദത്തിനും ഒന്ന് ആശ്വാസമാകുന്നത്. എന്തായാലും മക്കൾ രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതിയിട്ട് മക്കളെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് ദാണ്ടെ വീണ്ടും അവൻ എഴുന്നേറ്റ് വരികയാണ്. അത്ര പെട്ടെന്നൊന്നും അവൻ ചാവില്ല തോന്നും. എന്നാൽ ഈ സമയത്ത് വല്ലാതെ ദേഷ്യം വന്ന ലൂസി പറയാണ്, ഒന്നില്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ ഞാൻ, ഏതെങ്കിലും ഒന്നേ ഇനി ബാക്കി അവളെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് ഇവരുടെ അടുത്തേക്ക് വരുന്ന ഈ ബെന്നുണ്ടല്ലോ അവനെ പിടിച്ചുകൊണ്ട് താഴേക്ക് എടുത്തങ്ങോട്ട് ചാടുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഗ്ലാസ് എല്ലാം പൊട്ടി താഴേക്ക് ഇപ്പൊ ബെൻ വീഴുന്നുണ്ട്. എന്നാൽ ലൂസി വീഴാൻ പോയ സമയത്ത് അപ്പോഴേക്കും ഐറിനും ആദമും അവളുടെ കൈ വന്ന് പിടിക്കുകയാണ്. അതുകൊണ്ട് അവൾക്കൊന്നും പറ്റിയില്ല, രക്ഷപ്പെടുകയാണ്. പക്ഷേ നിലത്തേക്ക് വീണ ബെൻ പൂർണ്ണമായിട്ട് മരിച്ചുപോയി. താഴേക്ക് വീണ സമയത്ത് ഷാർപ്പായിട്ടുള്ള ഒരു കമ്പി അവന്റെ ദേഹത്തൂടെ തുളച്ചു കയറി. അങ്ങനെയാണ് ശരിക്കും ബെൻ മരണപ്പെടുന്നത് കേട്ടോ. അധികം വൈകാതെ തന്നെ റെസ്ക്യൂ ടീമും ആംബുലൻസും എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്താണ്. മാത്രമല്ല ഐറിന് ചെറുതായിട്ട് റാബിസ് ഇൻഫെക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൾക്ക് വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ലൂസിക്കും ആദവിനും ദേഹത്ത് കുറെ പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലെല്ലാം മരുന്ന് വെച്ച് കെട്ടി കൊടുക്കുകയാണ്. ഇപ്പൊ അച്ഛന്റെ കൂടെ നിൽക്കുന്ന ലൂസി ഒരു കാര്യം കേൾക്കുകയാണ്. അതായത്, ലൂസി നീ വെറും ദുഷ്ടിയാണ്, നിങ്ങൾ എല്ലാവരും ഞാൻ കൊല്ലും കൊല്ലും എന്നുള്ള ആ ശബ്ദം വീണ്ടും കേൾക്കുകയാണ്. ഇത് കേട്ട് ലൂസി ആകെ ഞെട്ടിപ്പോണ്. അവൻ ഇനിയും മരിച്ചില്ല എന്ന് കരുതിയിട്ട് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന റെസ്ക്യൂ ടീമിലെ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ആ ഒരു ടാബ്, അതായത് ബെന്നിന്റെ ടാബ് കിട്ടിയിട്ടുണ്ട്. സോ അതിൽ അവർ പ്രസ് ചെയ്ത സമയത്താണ് ഇങ്ങനെയുള്ള ശബ്ദം വന്നത്. എന്തായാലും ഒരു സെക്കൻഡ് നമ്മുടെ ലൂസിയുടെ ഉള്ളൊന്ന് കാളിപ്പോവാണ്. ഇതിനുശേഷം ലൂസി നേരെ അച്ഛന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഐറിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ലേ, ഇവർ നേരെ അങ്ങോട്ടേക്കും പോവാണ്. അപ്പൊ ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുന്നുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു സിനിമ? ഒരു കുരങ്ങനും ഒരു വീടും കുറച്ച് ആൾക്കാരും, ചെറിയൊരു പ്ലോട്ട്, എന്നാൽ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ നല്ല ത്രില്ലിങ്ങിൽ കൊണ്ടുപോയല്ലേ. വ്യത്യസ്തമായിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ഇതുപോലൊരു കഥ നമ്മൾ ആദ്യമായിട്ടല്ലേ പറയുന്നത്. എന്തായാലും അടുത്തൊരു നല്ല കഥയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അപ്പൊ അതുവരേക്കും ഓക്കെ, ബൈ.